السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയ സുഹൃത്തുക്കളെ, എന്നെ കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ആധുനിക യുഗത്തിലെ മുസ്ലിം ജീവിതം വെല്ലുവിളികളും അതിജീവനവും എന്ന വിഷയമാണ് നാം ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം ജീവിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. സാങ്കേതിക വിദ്യയുടെ കൊടുമുടിയിൽ മനുഷ്യൻ എത്തി നിൽക്കുന്ന കാലം. എന്നാൽ ധാർമ്മികതയുടെയും വിശ്വാസത്തിന്റെയും കാര്യത്തിൽ മനുഷ്യൻ ഏറ്റവും വലിയ അപജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലം കൂടിയാണിത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച ആ കലുഷിതമായ കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കേൾക്കാം, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, അന്ന് സ്വന്തം ദീനിൽ, അതായത് ഇസ്ലാമിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുന്നവൻ കയ്യിൽ കനത്ത തീക്കട്ട പിടിക്കുന്നവനെ പോലെയായിരിക്കും എന്ന് ജാമിയ അത്ത്-തിർമിദി എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് 2260 നമ്പർ ഹദീസിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. എന്താണ് അല്ലാഹു തആല പറഞ്ഞു തന്നത്? പ്രിയപ്പെട്ടവരെ, ആ തീക്കട്ടയാണ് ഇന്ന് നമ്മുടെ കൈകളിലുള്ളത്. അത് താഴെയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടും. കയ്യിൽ പിടിച്ചാലോ ഈ ദുനിയാവ് നമ്മെ പൊള്ളിച്ചുകൊണ്ടിരിക്കും. എന്താണ് ഇന്ന് ഒരു മുസ്ലിമായി ജീവിക്കാനുള്ള വെല്ലുവിളികൾ? എന്തുകൊണ്ട് നമ്മുടെ ദീൻ ഒരു തീക്കട്ടയായി മാറി? ഈ ഒരു മണിക്കൂർ നാം നെഞ്ചുപൊട്ടി ചിന്തിക്കാൻ പോകുന്നത് ഈ ആധുനിക കാലത്തെ മഹാവെല്ലുവിളികളെ കുറിച്ചാണ്. എന്തെല്ലാമാണ് ആ വെല്ലുവിളികൾ എന്ന് നാം വ്യക്തമാക്കാൻ പോവുകയാണ്. അതായത് ഫിത്നകളുടെ പ്രളയമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തിന്മകൾ നമ്മുടെ വിരൽത്തുമ്പുകളിലാണ്. പണ്ടു കാലത്ത് ഒരു തിന്മ ചെയ്യണമെങ്കിൽ മനുഷ്യൻ വീടിന് പുറത്തിറങ്ങണമായിരുന്നു. ഇന്ന് വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ തന്നെ ബെഡ്റൂമിലെ ഇരുട്ടിൽ കയ്യിലെ സ്മാർട്ട് ഫോണുകളിലൂടെ ലോകത്ത് ഏത് വൻപാപവും ചെയ്യാൻ കഴിയുന്ന ഡിജിറ്റൽ ഫിത്നയുടെ കാലമാണിത്. അള്ളാഹു ഖുർആനിലൂടെ വിശ്വാസികളെ കൃത്യമായി ഇതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യരെ, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു. ലൗകിക ജീവിതം നിങ്ങളെ വഞ്ചിതരാക്കാതിരിക്കട്ടെ. ആ വഞ്ചകർ, അതായത് ശൈത്വാൻ, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ എന്ന് സൂറത്തുൽ ഫാത്തിറിലെ 5-ാമത്തെ ആയത്തിലൂടെ നമുക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നമ്മുടെ ഈമാന്റെ വിശ്വാസത്തെ കവർന്നെടുക്കാൻ സോഷ്യൽ മീഡിയയും വ്യാജ സംസാരങ്ങളും കാത്തിരിക്കുകയാണ്. രാവിലെ വിശ്വാസിയായി ഉണരുന്നവൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവിശ്വാസിയായി മാറുന്ന അവസ്ഥയാണിതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കെല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് നാം നമ്മുടെ നാട്ടിൽ കാണുന്ന ആചാരങ്ങളെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണോ, അതോ നാം സ്വയം ആചരിക്കുകയാണോ എന്ന് ഈ കൂട്ടത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നാം എല്ലാവരും ആഘോഷിക്കുന്ന മീലാദ് എന്ന് പേരിട്ടുകൊണ്ട് നടത്തുന്ന നബിദിനാഘോഷം ഇന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമല്ല എന്ന് നമുക്ക് ഏവർക്കും വ്യക്തമായി അറിയുന്ന കാര്യമാണ്. അതായത് ഒരു കള്ളം, അതായത് ഒരു സത്യം അറിഞ്ഞുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നവനെ, അത് അറിയാതെ ചെയ്യുന്നവനേക്കാൾ ഇരട്ടി പാപമാണ് എന്ന് നാം എല്ലാവരും പഠിച്ച കാര്യമല്ലേ? അതായത് ഇസ്ലാമിൽ ഒരു കാര്യം ചേർക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന് പോലും സ്വന്തമായി അധികാരം അള്ളാഹു താല കൊടുത്തിട്ടില്ല. അള്ളാഹു താല ഇസ്ലാമിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് വഹി മുഖേന പറഞ്ഞു തന്ന കാര്യങ്ങളല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിന്റെ തുമ്പിൽ നിന്നും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇഷ്ടപ്രകാരം അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു കാര്യവും നമ്മെ ആരെയും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇന്ന് നമ്മുടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, അതായത് നമ്മൾ ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ സത്യം അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവർ പറയുന്ന വാചകങ്ങളാണ് ഇന്ന് യൂട്യൂബിലൂടെയും കമന്റ് ബോക്സിലൂടെയും നിറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ. ആദ്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് നാം പറയുന്ന സമയത്ത് ഇവർ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സുകൾ എടുത്തു നോക്കിയാൽ വ്യക്തമാകും. അതായത് ഇബ്ലീസ് കരഞ്ഞ
സമയത്ത് മുജാഹിദുകൾ നിലവിളിക്കുമെന്ന്. അതായത് അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച സമയം വരുമ്പോൾ മുജാഹിദുകൾ നിലവിളിക്കും. അതായത് ഇബ്ലീസ് കരഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച സമയത്ത് ഇബ്ലീസ് കരഞ്ഞു എന്ന കള്ള പ്രചാരണമാണ് ഇവർ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കാറുള്ളത്. സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? അതായത് വ്യക്തമായ ഹദീസുകളിൽ ഏതെങ്കിലും ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അതായത് ജിന്നുകളെ കാണാൻ മനുഷ്യർക്ക് സാധ്യമല്ല എന്നിരിക്കെ എങ്ങനെയാണ് ഇബ്ലീസ് കരഞ്ഞത് മനുഷ്യൻ കാണുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ കാണുന്നത്? ഇബ്ലീസ് കരയുന്നത് ഒരു മനുഷ്യനും കാണാൻ സാധിക്കില്ല. കാരണം ഇബ്ലീസ് ജിന്നുവർഗത്തിൽപ്പെട്ടതാണ്, ശൈത്താനാണ്. ഈ ശൈത്താനെ നമുക്ക് കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഇബ്ലീസ് കരഞ്ഞു എന്ന് പറയുന്നത്? അതുപോലെ തന്നെ നമ്മൾ കേട്ടു വളരുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച സമയത്ത് സാവാ തടാകം വറ്റി വരണ്ടു എന്ന്, ബിംബങ്ങൾ തകർന്നു വീണു എന്നുള്ള പച്ചക്കള്ളങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ സമൂഹമേ, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച സമയത്ത് ഒരിക്കലും സാവതടാകം വറ്റി വരണ്ടിട്ടില്ല, ബിംബങ്ങൾ തകർന്നു വീണിട്ടില്ല. ഇതിനൊന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ യാതൊരു അഭിപ്രായമോ യാതൊരു തെളിവോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നീട് ഇത് എവിടെ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം, 400-500 വർഷങ്ങൾക്ക് ശേഷം ഓരോ ആളുകൾ എഴുതിപ്പിടിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്തു പറയുന്ന കാര്യങ്ങളാണ് നാം ഏവരും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സത്യത്തിൽ പ്രവാചക സ്നേഹികൾ ആരാണ്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണ ദിവസമാണ് ഇവർ ആഘോഷിക്കുന്നത് എന്ന് നാം മറന്നിരിക്കുന്നു. അതായത് നമ്മളെ മദ്രസകളിലൊന്നും നമുക്കിത് പഠിപ്പിച്ചു തരുന്നില്ല. അതായത് പ്രവാചകന്റെ വഫാത്ത് നടന്ന ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്ന് പഠിപ്പിച്ചു തരാൻ എന്തുകൊണ്ടോ ഇവർ മടിക്കുന്നു. നാം ഈ സത്യം ഏവരും മനസ്സിലാക്കണം. പിന്നീട് ഇവർ പറയുന്ന വേറെ ഒരു കാര്യമുണ്ട്. അതായത് കമന്റ് ബോക്സുകളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അള്ളാഹുവിന്റെ പ്രവാചകൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരൻ. ഈ ചോദ്യമൊന്നും ഞങ്ങൾ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരമല്ല. അതായത് ഇസ്ലാമിൽ എന്തെങ്കിലും പുതിയ ഒരു ആചാരം ചേർക്കുന്നതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അതായത് നല്ലതെന്ന വിശ്വാസത്തില്, അതുപോലെ ചീത്ത എന്ന വിശ്വാസത്തില് നിങ്ങളുടെ ഇഷ്ടപ്രകാരം അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി എന്തെങ്കിലും ഒരു കാര്യം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാ ഖുതുബകളിലും പാരായണം ചെയ്തിരുന്ന ഒരു കാര്യമാണ് കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ കുല്ലു ബിദ്അത്തിൻ വലാല കുല്ലു വലാലത്തും ഫിന്നാർ എന്നും വേറൊരു ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കാര്യം, അതായത് വലിയ തെറ്റ് അള്ളാഹുവിൽ, അതായത് ഇസ്ലാമിൽ പുതുതായി എന്തെങ്കിലും ഒരു കാര്യം കൂട്ടിച്ചേർക്കലാണ്. അതായത് തിന്മകളില് വലിയ തിന്മയാണ് അത്. അതുപോലെ തന്നെ അള്ളാഹു തആല പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മെ കൊണ്ടെത്തിക്കുക മാരകമായ നരകക്കുണ്ടിലേക്കായിരിക്കും എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. പ്രവാചക സ്നേഹം കാണിക്കേണ്ടത് ചന്തി കുലുക്കിക്കൊണ്ടും ദഫ്മുട്ടിയും കൊണ്ടുമല്ല എന്നാണ് നാം ഏവരും മനസ്സിലാക്കേണ്ടത്. ഇന്ന് യുവാക്കൾ ചന്തി കുലുക്കിക്കൊണ്ട് യുവതികളുടെ ഇടയിലൂടെ നടന്നു പോകുന്ന ഘോഷയാത്ര, ഇത് കാണാനാണ് ഇന്ന് പെണ്ണുങ്ങൾ വേലിക്കരികിലൂടെയും റോട്ടിലൂടെയും നടന്നു പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹമല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് നമ്മുടെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അതായത് ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവ് കൊണ്ട് എങ്ങനെയാണോ നമ്മോട് പറഞ്ഞത്, ഇതുപോലെ ചെയ്യുന്ന ഒരു മനുഷ്യൻ മുസ്ലിമായി കൊണ്ടേ മരിക്കൂ. അതായത് ഇസ്ലാം കാര്യത്തിൽ അഞ്ച് കാര്യങ്ങളില് ആദ്യത്തെ കാര്യം അല്ലാഹു തആല പറഞ്ഞു പഠിപ്പിച്ചു തന്നത് ഷഹാദത്ത് കലിമയാണ്. ഈ ഷഹാദത്ത് കലിമ ശരിയാകാത്ത ഒരു വ്യക്തി എന്തെന്നെ അമൽ ചെയ്തു കഴിഞ്ഞാലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അദ്ദേഹം 10 ഹജ്ജ് ചെയ്തു കഴിഞ്ഞാലും അള്ളാഹു സ്വീകരിക്കുകയില്ല. രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിച്ചാലും അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. കാരണം ഇസ്ലാമിൽ പുതുതായി എന്തെങ്കിലും ഒരു ആചാരം കൊണ്ടുവരികയും അത് പുണ്യമാണെന്ന് കരുതുകയും ചെയ്യുന്നവൻ അത് ഇസ്ലാമിനെതിരെ ചെയ്യുന്ന വഞ്ചനയാണ്. അതായത് ഇത് കാരണം നമ്മൾ നമ്മുടെ ഫർളുകൾ ഒഴിവാക്കുകയാണ്. ഇന്ന് നബിദിനത്തിന്റെ പേരിൽ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരാളുടെ നിസ്കാരം
നിസ്കാരം മുടങ്ങുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതായത് തിളച്ചുമറിയുന്ന ബിരിയാണി ചെമ്പിന്റെ മറവിൽ നിൽക്കുന്ന യുവാക്കള്, ചെമ്പിറച്ചിയുടെ മറവിൽ നിൽക്കുന്ന യുവാക്കള്, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ചെമ്പിറച്ചിക്ക് കാവൽ നിൽക്കുന്ന യുവാക്കള്, ഇങ്ങനെയാണോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ദീന്? ഒരു മനുഷ്യൻ നബിദിനത്തിന്റെ പേരിൽ അവന്റെ നിസ്കാരമോ എന്തെങ്കിലും ഒരു പുണ്യകാര്യമോ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫർള് ഒഴിവാക്കിക്കൊണ്ട് സുന്നത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മനുഷ്യ നിന്റെ അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ സഹോദരന്റെ വാക്കുകൾ നിങ്ങൾ ഓരോരുത്തരും ഹൃദയം തൊട്ട് കേൾക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കാൻ അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഫർള് നിസ്കാരം ഒഴിവാക്കുകയോ എന്താണ് സുഹൃത്തുക്കളെ നിങ്ങൾ ചെയ്യുന്നത്? അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, സൽക്കർമ്മങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് അള്ളാഹു താല എന്തെല്ലാം കാര്യമാണോ പഠിപ്പിച്ചത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ജീവിതത്തിൽ നിന്നും വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പണ്ട് നമ്മുടെ നാടുകളിൽ നടന്നു വന്നിരുന്ന വയല് എന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് ഈ പരിപാടിയെല്ലാം ഇവരെടുത്ത് വലിച്ചെറിഞ്ഞ് ചവറ്റുകുട്ടയിലാക്കി കഴിഞ്ഞു. പണ്ട് നമ്മുടെ നാടുകളിൽ എന്തെല്ലാം വിഷയങ്ങളായിരുന്നു സംസാരിച്ചിരുന്നത്? നിസ്കാരങ്ങളെ കുറിച്ചിട്ട്, നോമ്പിനെ കുറിച്ചിട്ട്, സകാത്തിനെ കുറിച്ചിട്ടുള്ള പ്രസംഗങ്ങളായിരുന്നു നമ്മുടെ കവലകളിലെല്ലാം നടന്നിരുന്നത്. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രസംഗം കാണാൻ സാധിക്കുമോ? എന്തെല്ലാം പ്രസംഗങ്ങളായിരുന്നു നമ്മുടെ നാട്ടില്. നരകം എത്ര ഭയാനകരം, മെഹറാജിന്റെ സന്ദേശം, ലോകാവസാനം ഒരു വെളിപ്പാടകലെ, ഇങ്ങനെയുള്ള പ്രസംഗങ്ങളുടെ കീഴിലായിരുന്നു നാം ഏവരും ജീവിച്ചു പോന്നിരുന്നത്. ഇന്ന് നിങ്ങൾ പ്രസംഗങ്ങൾ കേട്ടിട്ട് എത്ര കാലമായി സുഹൃത്തുക്കളെ? അതായത് ഇന്ന് എവിടെയും സലാത്ത് മജ്ലിസുകൾ മാത്രമാണ് അരങ്ങേറുന്നത്. സലാത്തിലേക്ക് ജനങ്ങളെ വിളിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരാത്ത സലാത്തുകൾ ചെല്ലിച്ചുകൊണ്ട്, അതായത് അള്ളാഹുവിന്റെ പ്രവാചകൻ നിർബന്ധമാക്കിയ ഫർള് കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ന് സ്ത്രീകൾ മുഴുവൻ പള്ളികളിലേക്ക് സലാത്ത് ചെല്ലാൻ പോകുന്നത്. എന്നാൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ റസൂല് അനുവദിച്ച കാര്യമായിട്ട് പോലും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഇവർ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നില്ല. എന്നാൽ ജാറപൂജ നടത്താനും മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാനും ഇവർ നമ്മളുടെ യുവതികളെ യൂസ് ചെയ്യുന്നു. അതായത് നമ്മളുടെ യുവതികൾക്ക് പള്ളിയിൽ കയറാൻ ഇവർ രണ്ട് പ്രാവശ്യമേ അനുവാദം കൊടുക്കുന്നുള്ളൂ. ഒന്ന്, പള്ളിയുടെ ഉദ്ഘാടന സമയത്ത് തലേ ദിവസം അവരുടെ കയ്യിലെ മാലയും വളയും ഊരിവെക്കാൻ വേണ്ടി, പള്ളി പരിപാലനത്തെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ കയ്യിലെ സ്വർണ്ണവള ഊരിവെക്കാൻ വേണ്ടിയാണ് പെണ്ണുങ്ങളെ ഇവർ പള്ളിയിലേക്ക് വരുത്തുന്നത്. രണ്ടാമത്, ഇവർ ഈ സ്ത്രീകൾ മരണപ്പെട്ടിട്ട് ജനാസ നിസ്കരിക്കാൻ വേണ്ടി മാത്രമേ ഇവർ പള്ളിയിൽ പെണ്ണുങ്ങളെ കയറ്റുന്നുള്ളൂ. അതാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം. അതായത് പെണ്ണിന് നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ അനുവാദം തന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പെണ്ണുങ്ങളെ എല്ലാവിധ ദീനീ കാര്യങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ട് ഇവർ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരാത്ത സലാത്ത് മജ്ലിസിലേക്ക് കൊണ്ടുപോകുന്നത്. അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന സലാത്താണെങ്കിൽ പോലും അത് വീട്ടിലിരുന്ന് ചൊല്ലിയാൽ പോരെ? എന്തിനാണ് അന്യപുരുഷന്മാർ ഇടകലർന്നു നിൽക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവരെ അടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത്? നാളെ ഞാൻ നാട്ടുകളിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഒരു വയസ്സായ ഒരു ഉമ്മ, ഏകദേശം ഒരു 70 വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മ, ഞാൻ ഇങ്ങനെ വണ്ടിയിൽ പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഉമ്മയുടെ കാലിലെ പർദ്ദയിൽ ചവിട്ടിക്കൊണ്ട് ആ ഉമ്മ നിലത്തി വീഴുകയാണ്. എന്നിട്ട് ആ ഉമ്മ ഇങ്ങനെ സ്വയം പിരാകുകയാണ്. അപ്പൊ ഞാൻ ഉമ്മാനോട് ചോദിച്ചു, എന്തിനാ അമ്മ ഈ കണ്ണ് കാണാതെ ഈ രാവിലെ എങ്ങനെ സുബഹിക്ക് ദിന പോണെന്ന്? പൊന്നാരമനെ, സുബി നിസ്കരിക്കാതെയാണ് ഞാൻ ഈ സലാത്തിന് പോണെന്ന്. അപ്പോൾ ആ ഉമ്മാക്ക് നിസ്കാരത്തിന്റെ കാട്ടിലും വലുതാ സലാത്താണെന്ന് ആ ഉമ്മ എന്നോട് പറയുകയാണ്. ഞാൻ സുബി നിസ്കരിച്ചാതെയാണ് പൊന്നാരമനെ ഈ ദിക്റിന് വേണ്ടി പോണെന്ന്. അപ്പോൾ ഇങ്ങനെ പെണ്ണുങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ള 10, 20, 30 രൂപ ഈ കമ്മിറ്റിക്കാര് വാങ്ങി വെച്ചുകൊണ്ട് വലിയ വലിയ വാഹനങ്ങളിൽ അവരിങ്ങനെ അർമാദിച്ചു പോകുന്നു. ഇവരോ, ഈ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? ഇവർ ഭ്രാന്തായിട്ട് ദിക്ർ ചൊല്ലിയിട്ട് ഭ്രാന്താവുകയാണ്. എന്നിട്ട് അവസാനം ഇവരുടെ ജീവിതം ഏർവാടിയിലെ ഒരു ചെങ്ങലത്തുണ്ടിൽ ബന്ധസ്ഥരാവുകയാണ്. അതായത് സലാത്ത് ചൊല്ലിയിട്ട് ഏർവാടിയിൽ പോയി കിടക്കേണ്ട അവസ്ഥ. എങ്ങനെയാണ് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന സലാത്ത് ചൊല്ലിയത് കൊണ്ട് എങ്ങനെയാണ് ഏർവാടിയിൽ ചെങ്ങലയിൽ പോയി ബന്ധസ്ഥരാകുന്നത്? എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഒരാൾ പോലും ഭ്രാന്താവാന്ന്
ഭ്രാന്താവുന്നത്? സലാത്ത് ചൊല്ലിയാൽ ഭ്രാന്താവുമോ? ഖുർആൻ ഓതിയാൽ മറിയുമോ? ഇവർ പറയുന്ന കാര്യമാണ് അദ്ദേഹം ഖുർആൻ ഓതിയിട്ട് മറിഞ്ഞതാണ് എന്ന്. ഖുർആൻ ഓതിയിട്ട് മറിയുകയാണെങ്കിൽ നിന്ന് ഒറ്റക്കാലിൽ നിന്നുകൊണ്ടെല്ലാം ഖുർആൻ പാരായണം ചെയ്ത സഹാബിമാര് കാലിൽ നീര് കെട്ടിക്കൊണ്ട്, അതായത് നേരം വെളുക്കുവോളം അള്ളാഹുവിന്റെ വിശുദ്ധ കലാം പാരായണം ചെയ്ത എത്രയോ സഹാബിമാരുണ്ട്. ഇവർക്കൊന്നും എന്താ ഭ്രാന്താവാന്നത്? ഇവരുടെ തലയെന്താ നിരക്കാന്നത്? ഇവരെന്താ താടിയും മുടിയും നീട്ടി വളർത്തിക്കൊണ്ട് കുളിക്കാതെയും മൂത്രമൊഴിച്ചാൽ കൈകാതെയും ഇങ്ങനെ റോഡ് സൈഡുകളിലൂടെ നടക്കുമോ? ഇങ്ങനെയാണോ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഔലിയാക്കള്? സൂറത്ത് യൂനുസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആരാണ് ഔലിയാക്കൾ എന്ന്. സൂറത്ത് യൂനുസിലെ 62-ാമത്തെ ആയത്ത് മുതല് 65 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു താലാന്റെ ഔലിയാക്കൾ ആരാണെന്ന് അള്ളാഹു വ്യക്തമായി പറയുന്നുണ്ട്. ഒരൗലിയാക്കളും പറഞ്ഞു നടക്കാറില്ല ഞാൻ തങ്ങളാണ്, ഞാൻ ഔലിയാണ്, എനിക്ക് കറാമത്തുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മുസ്ലിമായ വ്യക്തിയും പുറത്തു പറഞ്ഞു നടക്കാറില്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാര് എങ്ങനെയെല്ലാമാണ് സ്വന്തം അവൻ ചെയ്യുന്ന കാര്യങ്ങളെ അവൻ തന്നെ പുകഴ്ത്തി പറയുന്ന കാലഘട്ടമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക് മുസ്ലിമേ, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ സ്വയം പൊക്കി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയാളുടെ അസുഖം മാറ്റി, ഞാൻ ഇന്ന കറാമത്ത് കാണിച്ചു എന്ന് നമ്മുടെ ഉസ്താദുമാർ നമ്മോട് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസാണ്. എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്? ഈസാ നബിയെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ ഒരിക്കലും എന്നെ പുകഴ്ത്തരുത് എന്ന് പഠിപ്പിച്ച നമ്മുടെ പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു. ആ നബിയുടെ പേരിലാണ് ഇന്ന് മീലാദ് ആഘോഷം നടക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ ആകാശത്തോളം ഉയർത്തി വെച്ചുകൊണ്ട് അവർ ആർമാദിക്കുകയാണ്. അവർ മ്യൂസിക്കുകൾ ഇട്ടുകൊണ്ട് പാട്ട് പാടുകയാണ്, സിനിമാ പാട്ടിന്റെ രീതിയിൽ പാട്ട് പാടുകയാണ്. നമ്മുടെ പ്രവാചകനെ, എന്റെ പ്രവാചകനെ ഇവര് കളിയാക്കുകയല്ലേ ചെയ്യുന്നത്? സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് ചന്തി കുലുക്കിക്കൊണ്ടല്ല. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് അള്ളാഹിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങള്, സുന്നത്തായ നിസ്കാരങ്ങള്, ഫർളായ നിസ്കാരങ്ങള്. അള്ളാഹുവിന്റെ പ്രവാചകൻ ബാത്റൂമിൽ പോകുമ്പോൾ പോലും പഠിപ്പിച്ചു തന്ന ദിക്റുണ്ട്. ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്റുണ്ട്. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ചെല്ലേണ്ട ദിക്റുണ്ട്. ഇതിനിടയിൽ ഭക്ഷണം ചങ്കിൽ പോയാൽ ചെല്ലാവുന്നത്, അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചെല്ലേണ്ട അൽഹംദുലില്ലാ, ഇങ്ങനെയുള്ള ദിക്റുകൾ അള്ളാഹിന്റെ റസൂൽ ഉറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്ർ, ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ചെല്ലേണ്ട ദിക്ർ, ഉറക്കത്തിൽ ഞെട്ടിയുണർന്നാൽ ചെല്ലേണ്ട ദിക്ർ, ഇങ്ങനെയുള്ള എല്ലാ ദിക്റുകളും പഠിപ്പിച്ചു തന്ന മനുഷ്യൻ. കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ ചെല്ലേണ്ട ദിക്ർ, വീടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്ർ, വീടിൽ നിന്നും തിരിച്ചു വരുമ്പോൾ, പുറത്തു നിന്നും തിരിച്ചു വരുമ്പോൾ ചെല്ലേണ്ട ദിക്ർ, അങ്ങാടിയിൽ പോകുമ്പോൾ ചെല്ലേണ്ട ദിക്ർ, പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ ചെല്ലേണ്ടത്, തിരിഞ്ഞു വരുമ്പോൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്ന അള്ളാഹിന്റെ പ്രവാചകന് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ പറയാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും ഉമ്മമാരെ? എന്തുകൊണ്ടാണ് ഞാൻ ജനിച്ച അന്ന് നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറയാത്തത്? നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മുടെ മക്കളെ ബർത്ത്ഡേ പോലും ആഘോഷിച്ചിരുന്നില്ല. ഇന്ന് നിങ്ങൾ പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ പോലും ആഘോഷിക്കാൻ തുടങ്ങി. ബർത്ത്ഡേ മുസ്ലിമിന്റെ ആഘോഷമല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ, ആ പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ ബർത്ത്ഡേ തന്നെ ആഘോഷിക്കുന്ന ഒരു ഉമ്മത്തായി മാറിക്കഴിഞ്ഞു. കേക്ക് മുറിക്കല് അള്ളാഹിന്റെ റസൂല് വിലക്കിയ കാര്യമല്ലേ? മെഴുകുതിരി കത്തിക്കല്, ഊതിക്കെടുത്തല്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ ഒഴിവാക്കിയതാണ്. എങ്ങനെയാണ് പിന്നീട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൽ വന്നത്? സൗദി അറേബ്യയിലുള്ളവരൊക്കെ പൊട്ടന്മാരാണത്രേ, അവരെല്ലാം വഹാബികളാണത്രേ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നതല്ലേ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവന്റെ മയ്യത്ത് ഖബറടക്കണമെന്ന് അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നില്ലേ? ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ പ്രവാചകൻ വഫാത്തായപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടാണ് അള്ളാഹിന്റെ പ്രവാചകന്റെ മയ്യത്ത് ഖബറടക്കാൻ സാധിച്ചത്. എന്തായിരിക്കും പ്രശ്നം? എന്തായിരിക്കും കാരണം? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ച പ്രവാചകൻ സ്വന്തം പ്രവാചകന്റെ മൃതശരീരം, അതായത് പുണ്യമായ ശരീരം എന്തുകൊണ്ട് 3 ദിവസം കഴിഞ്ഞ് സംസ്കരിച്ചു? ചിന്തിക്കാനുണ്ട് സുഹൃത്തുക്കളെ. അതായത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം തന്നെ ആളുകളുടെ എല്ലാം അഭിപ്രായങ്ങളിൽ വ്യത്യാസം വരാൻ തുടങ്ങി. പിന്നീട് വന്ന ഓരോ കാലഘട്ടങ്ങളിൽ വ്യത്യാസ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അള്ളാഹിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. ഖബർ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിൽ കുമ്മായമടിക്കരുത്, അവന്റെ ഖബറിൽ ഒരു ചാണിലധികം ഉയർത്തരുത്, അവന്റെ ഖബർ കെട്ടിപ്പൊക്കരുത്, ഖബറിന്മേൽ പോയി മുത്തം വെക്കരുത്, ഖബറുകൾ തീരെ ഉയർത്തരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങളെല്ലാം നമുക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടും ഇന്ന് നമ്മുടെ നാടുകളിൽ പണ്ഡിതന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുകയാണ്, ജാറം നിർമ്മിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക് എന്റെ ഉമ്മത്തെ, ഈ മണിക്കൂറുകൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. അല്ലാഹു തആല പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും നഷ്ടം സംഭവിക്കില്ല, ഒരിക്കലും നിങ്ങൾ തകർന്നു പോകില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു, അതായത് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലെയും കടക്കാൻ ഭാഗ്യം ലഭിച്ച ആളല്ലേ ഇവരെല്ലാം? എന്തുകൊണ്ടാണ് ഇവരൊന്നും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാന്ന്? ആ സൗദി അറേബ്യയിൽ ഏതെങ്കിലും ഒരു വീടുകളിൽ ഒരു കാരക്ക പോലും കൊടുത്തിട്ടില്ല അള്ളാഹിന്റെ പ്രവാചകന്റെ പേരില്. അള്ളാഹിന്റെ പ്രവാചകന്റെ കരളിന്റെ കരളമായ ഫാത്തിമ ബീവിയുടെ അവസ്ഥ എന്തായിരുന്നു? അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായതിനു ശേഷം ഒരു കാരക്കപ്പെട്ട് പോലും ആ വീട്ടിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടില്ല, ജനന സമയത്തും കൊടുത്തിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ആചാരങ്ങൾ ഉണ്ടാക്കിയത്? എവിടെ നിന്നാണ് മാനിത് വന്നത്? എന്റെ ഉമ്മത്തുകളെ, എന്റെ ഉമ്മമാരെ മനസ്സിലാക്കിക്കോളും. നബിദിനത്തിന്റെ പേരിൽ നിന്ന് നിങ്ങൾ കളിച്ചു കൊണ്ടിരിക്കുന്ന ഈ പേക്കൂത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് കണ്ടു കഴിഞ്ഞാൽ സഹിക്കുമോ? നിങ്ങളുടെ ഘോഷയാത്ര നടന്നു പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങളുടെ നബിദിനാഘോഷം കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങളുടെ കഴുത്തിന്റെ മുകളിൽ തല കാണുമോ? അതായത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിന്റെ തുമ്പിൽ നിന്നും എന്തൊരു കാര്യമാണോ വരുന്നത് അത് ആ സെക്കൻഡിൽ തന്നെ ചെയ്യാൻ വേണ്ടി മത്സരിച്ചിരുന്ന സഹാബിമാരായിരുന്നു. ഖൈറുന്നാസു ഖർനി സുമ്മല്ലദീന യലൂനക്കും സുമ്മല്ലദീന യലൂനക്കും എന്ന് പറയാൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ ജനത എന്റെ ജനതയാണ്. അതിനുശേഷം സുമ്മല്ലദീന യലൂനക്കും, അതായത് പിന്നീട് വരുന്ന സമൂഹം, അതിനുശേഷം പിന്നീട് വരുന്ന സമൂഹം, ഈ 3 സമൂഹമാണ് ഈ ലോകത്തെ ഏറ്റവും ഉത്തമമായ സമൂഹം എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മൗലിദ് പാരായണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി കളിയാക്കുന്ന രീതിയിൽ ഈ മങ്കൂസ മൗലിദിന്റെ അർത്ഥം ഒന്ന് പഠിച്ചു നോക്കുക. അതായത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ച അള്ളാഹിന്റെ റസൂലിനോട് ഡയറക്റ്റ് വിളിച്ചു പ്രാർത്ഥിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇർതകബതു അലൽ ഖതാ ഐറസറൻ വാദത് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഡയറക്റ്റ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഉമ്മത്തെ, എന്താണ് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും നാളെ ഖബറിൽ നിന്ന് എണീക്കുന്ന ഒരു രംഗമുണ്ട്. നമ്മളെല്ലാവരും നാളെ മഹ്ശറയിലേക്ക് എണീറ്റ് പോകുന്ന ഒരു രംഗമുണ്ട്. അതായത് മരണപ്പെട്ടവർ കേൾക്കില്ല എന്ന് ഉള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് സൂറത്ത് യാസീൻ. നിങ്ങൾ ഒരു ദിവസം എത്ര പ്രാവശ്യം പാരായണം ചെയ്യുന്നുണ്ട്? എന്താണ് സൂറത്ത് യാസീനിലൂടെ നമ്മൾ ഖബറിൽ നിന്നും എണീക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കെന്താണ്? ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഖാലൂ യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, എന്തുകൊണ്ടാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവർക്ക് അറിയുന്നില്ല, ഇവര് ചിന്തിച്ചു പോവുകയാണ്, ഇവര് പറഞ്ഞു പോവുകയാണ്. ഖാലൂ യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, എന്താണിത്? ഞങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ, ആരാണ് ഞങ്ങളെ വിളിച്ച് എണീപ്പിച്ചത് എന്ന് ആണ് ഓരോ മനുഷ്യനും ഖബറിൽ നിന്നും എണീക്കുമ്പോൾ ചോദിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഈ മരണപ്പെട്ടവർ കേൾക്കുമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാള് നാളെ മഹ്ശറിൽ എണീറ്റ് നിൽക്കുന്ന സമയത്ത് ഈ ഒരു വാക്ക് ഉച്ചരിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. മരണപ്പെട്ടവർ കേൾക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മരണം സുഹൃത്തുക്കളെ? അള്ളാഹു ജീവിതത്തിന്റെ ഇടയിൽ എന്തിനാണ് ഒരു മരണത്തെ കൊണ്ടുവന്നത്? മരിച്ചവർ കേൾക്കും എന്ന് എവിടെയാണ് പറഞ്ഞത്? ഏത് സഹാബിമാരാണ് പഠിപ്പിച്ചത്? ഏത് പ്രവാചകന്മാരാണ് പഠിപ്പിച്ചത്? ഇസ്ലാമിൽ അങ്ങനെ ഒരു വാക്ക് കാണാൻ സാധിക്കില്ല. മരിച്ചവർ കേൾക്കില്ല എന്നാണ് സൂറത്തുൽ ഫാത്തിറിലെ 22-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതായത് കണ്ണുപൊട്ടന്മാരെയും ഇങ്ങനെയുള്ളവരെയൊന്നും നിങ്ങൾക്ക് കേൾപ്പിക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഖബറിലുള്ളവർ കേൾക്കുക? നമ്മളെ പരാതി കേൾക്കാനാണോ അവർ ഖബറിൽ പോയി കിടക്കുന്നത്? നല്ല രീതിയിൽ നിസ്കരിച്ച് മരണപ്പെട്ടു പോയ ഔലിയാക്കള് ഒന്നുകിൽ അല്ലാഹു തആല സ്വർഗമാണ് കൊടുക്കുക, അല്ലെങ്കിൽ നരകമാണ് കൊടുക്കുക. ഈ 2 സംഭവം കിട്ടിയ ഒരാള് ഒരിക്കലും ഈ ദുനിയാവിലെ ആളുകൾക്ക് വേണ്ടി അവിടെ ഒന്നും ചെയ്യൂല. അതായത് നീ ചെയ്ത കാര്യങ്ങളെ നിനക്ക് കിട്ടൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? എന്താണ് നാം ഇത് മനസ്സിലാക്കാത്തത്?
നാളെ മഹ്ശറയിൽ ഒരാളും ഒരാളുടെയും പാപഭാരം ചുമക്കുകയില്ല. ഇന്ന് നമ്മൾ ഓരോ മക്ബറകളിൽ പോകുന്നത് എന്തിനാണെന്നറിയുമോ? നമ്മൾ ഒരുപാട് പാപം ചെയ്തിട്ട് വന്നവരാണ്, ഞങ്ങൾക്ക് പുറത്തു കൊണ്ട ഔലിയ, ഇന്ന ഔലിയ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കല്ലുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, നമ്മുടെ അടുത്ത പ്രദേശമായ സ്ഥലത്ത് തന്നെ കല്ലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. കല്ലിനോട് രണ്ട് കൈകളും നീട്ടി പ്രാർത്ഥിക്കുന്നവർ. ഇങ്ങനെയുള്ള വിഡ്ഢികളായ മനുഷ്യന്മാർ, അതായത് അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ആറ്റക്കോയമാര് വളർന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു എന്താ എന്ന് അറിയുന്ന ഒരാള് ഒരിക്കലും ഔലിയാക്കളിലേക്ക് പോവുകയില്ല. കാരണം അള്ളാഹുവിനെ അറിഞ്ഞവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ ഉറപ്പിച്ചവൻ, ഒരു മനുഷ്യന്റെ ഷഹാദത്ത് കലിമ ശരിയാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഖൽബിൽ ഉറപ്പിക്കണം. പിന്നെ എങ്ങനെയാണ്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം? അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് കൽബിൽ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞാലേ നാം ഏവരും മുസ്ലിം ആവുകയുള്ളൂ. ഇത് ഉറപ്പിച്ച ഒരാൾ പിന്നെ എങ്ങനെയാണ് അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് കൽബിൽ ഉറപ്പിച്ചുകൊണ്ട് തൊട്ടുപുറത്ത് കിടക്കുന്ന ജാറങ്ങളിൽ പോയി കുട്ടികളെ കൊണ്ടായി പാപ്പ, ഞങ്ങൾക്ക് കൊണ്ടായി പാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്ന ഔലിയാണെന്നാണ് CM മടവൂരിനെ കുറിച്ച് ഈ നാട്ടുകാര് പറയുന്നത്. അതായത് ഈ ലോകത്ത് ഇളകുന്ന ഒരു ഇലയുടെ അനക്കം പോലും മനസ്സിലാക്കുന്ന ആളാണത്രേ ഈ മടവൂര് കിടക്കുന്ന CM മടവൂര്. ഒന്ന് ചിന്തിച്ചു നോക്ക് മുസ്ലിമേ. അതായത് ഇദ്ദേഹത്തിന് ഭ്രാന്തായി മരണപ്പെട്ടതാണ്. ഇദ്ദേഹം സുഖമില്ലാതെ നാടുകളിൽ നടന്നുകൊണ്ട് പിച്ചും പയ്യും പറഞ്ഞൊരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് ഇന്ന് ലോകത്തെ തന്നെ അള്ളാഹുവിന്റെ സ്ഥാനത്താണ് ഇവര് നിലനിർത്തി വെച്ചിരിക്കുന്നത്. അതായത് 313 ബദ്രീങ്ങൾക്ക് പകരം ഒരൊറ്റ CM മതി എന്നാ പറയുന്നത്. ആകാശത്തിലൂടെ പറന്നു പോകുന്ന കരിപ്പൂരിലേക്ക് പോവുകയായിരുന്ന ഫ്ലൈറ്റിനെ എറണാകുളത്തേക്ക് പിടിച്ചു നിർത്തി CM മടവൂരി എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട്, അതുപോലെ നമ്മുടെ ഒരു ഉസ്താദുണ്ട്, എല്ലാ സംവാദത്തിനും പോകുന്ന ഒരു ഉസ്താദുണ്ട്. അതായത് നമ്മുടെ സമസ്തയുടെ എല്ലാ കാര്യങ്ങൾക്കും പോകുന്ന ഒരു ഉസ്താദ്, കക്കുപ്പടി എന്ന് പറയും. അദ്ദേഹം പറയുകയാണ്, അതായത് നമ്മുടെ സമസ്തയുടെ സ്ഥാപകനായ പിന്നെ എന്താ ഒരു ചങ്ങായിണ്ട്, ഒരു പണ്ഡിതനുണ്ട്, പിന്നെ ഇയാള് ജനിച്ച വരക്കൽ മുല്ലക്കോയത്തങ്ങള്. ഈ വരക്കൽ മുല്ലക്കോയത്തങ്ങള് ജനിച്ച സമയത്ത് ആകാശത്ത് നട്ടുച്ചക്ക് സൂര്യന്റെ തൊട്ടുപ്പുറത്തായി നക്ഷത്രത്തിനെ കണ്ടൂന്ന്. ഒന്ന് ചിന്തിച്ചു നോക്ക് മുസ്ലിമെ. ഒരു നക്ഷത്രത്തിന്റെ പ്രകാശം ഇന്ന് ഭൂമിയിലേക്ക് പതിക്കണമെങ്കിൽ കോടാനി വർഷങ്ങൾ എടുക്കും. എന്നിട്ട് എങ്ങനെയാണ് ഈ കോഴിക്കോട് കിടക്കുന്ന ഇയാളെ ജനിച്ചത്? എങ്ങനെയാണ് ഈ നക്ഷത്രങ്ങൾ അറിഞ്ഞത്? എന്താണ് ഇവർ പറഞ്ഞു പരത്തുന്നത് ജനങ്ങളിലേക്ക്? അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ പറയുന്നത്? കള്ളക്കറാമത്ത് കഥകള്. അള്ളാഹുവിന്റെ പ്രവാചകൻ നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാല അള്ളാഹുവിന്റെ റസൂലിന്റെ കഴുത്തിലൂടെ കൊണ്ടുവന്ന ഇട്ട ആ സമയത്ത് പോലും അള്ളാഹു താല അവിടെ ഒരു കറാമത്ത് കാണിക്കുന്നില്ല. അള്ളാഹിന്റെ പ്രവാചകൻ അവിടെ ഒരു കറാമത്ത് കാണിക്കുന്നില്ല. ഇന്ന് ബസ്സിൽ കയറിയാൽ കറാമത്ത്, വിമാനത്തിൽ കയറിയാൽ കറാമത്ത്, വണ്ടിയിലെ എണ്ണ തീർന്നാൽ കറാമത്ത്, ഇങ്ങനെ പാമ്പ് കടിച്ചാൽ കറാമത്ത്, എലി കടിച്ചാൽ കറാമത്ത്, പാമ്പ് വീട്ടിലേക്ക് വരാതിരിക്കാൻ കറാമത്ത്, കോഴിമുട്ടയിൽ കറാമത്ത്, ഇങ്ങനെയുള്ള കറാമത്ത്, മൂച്ചിയിൽ കറാമത്ത്. മമ്പുറത്തൊരു മൂച്ചി ഉണ്ടായിരുന്നു. ആ മൂച്ചി ഒരു മനുഷ്യന് ഗർഭമുണ്ടായിത്രേ. ആ ഗർഭം പോയിട്ട് ആ മൂച്ചിയിൽ കെട്ടിപ്പിടിക്കാനും പറഞ്ഞപ്പോൾ ആ മൂച്ചി ആ ഗർഭം ഏറ്റെടുത്തു എന്നാണ് ഇവർ പറഞ്ഞു പരത്തുന്നത്. ഇപ്പോൾ അടുത്തൊരു 10 വർഷം മുമ്പ് ആ മൂച്ചി മറിഞ്ഞുപോയി. അത് വെട്ടിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കുട്ടിയെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കുന്നത് നമ്മളാരും കണ്ടില്ല. ഒരു തുള്ളി രക്തം ആ മരത്തിന്റെ ഉള്ളിൽ നിന്നും വരുന്നത് നമ്മളാരും കണ്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള കറാമത്തുകൾ വരുന്നത്? ഇനി CM മടവൂര് മരണപ്പെട്ടിട്ട് 35 വർഷമേ ആയിട്ടുള്ളൂ. ഈ CM മടവൂര് മരണപ്പെട്ടിട്ട് 30 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഈ 35 വർഷം കൊണ്ട് പത്രം ഇറങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് പത്രം ഇറങ്ങിയിട്ട് എത്ര വർഷമായി? എന്തുകൊണ്ടാണ് CM മടവൂര് ജനിച്ചപ്പോഴും ഇങ്ങനെയുള്ള കറാമത്തുകളും ഒന്നും പത്രത്തിൽ നമ്മൾ വായിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അന്നത്തെ പത്രമാധ്യമങ്ങൾ ഇങ്ങനെ ഒരു അത്ഭുതം നടന്നത് കാണിക്കാതിരുന്നത്? ഇന്നലെ നമ്മളെല്ലാവരും കണ്ടതാണ്. കുറച്ചു ദിവസം മുമ്പ്, അതായത് ഒരു ബർമുട, ഒരു വള്ളി ട്രൗസർ എടുത്തുകൊണ്ട് ഒരു വയസ്സായ ഒരു കിളവൻ വന്നുകൊണ്ട് ഒരു ബർമുട ഇങ്ങനെ പൊക്കിപ്പിടിച്ച് കാണിച്ചു തരികയാണ് CM മടവൂർ ഉപയോഗിച്ച ട്രൗസറാണെന്ന് പറഞ്ഞുകൊണ്ട്. ആരാണ് ഔലിയാക്കളെ കളിയാക്കുന്നത്?
ഔലിയാക്കളെ കളിയാക്കുന്നത് സലഫികളാണോ? ഒരിക്കലുമല്ല. CM മടവൂരിന്റെ വേറെന്തെല്ലാം സാധനങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ പേന എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പേന കൊണ്ടുവരാമായിരുന്നില്ലേ? അദ്ദേഹം ഉപയോഗിച്ച വടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വടി കൊണ്ടുവരാമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജഡ്ഡി പൊക്കി വന്നത്? അതായത് ഒരു ഔലിയാക്കളെ കളിയാക്കുക എന്ന ലക്ഷ്യം നിങ്ങൾക്ക് തന്നെയാണ്. അല്ലാതെ മുജാഹിദുകൾ ആരും ഒരു ഔലിയാക്കളെയും കളിയാക്കുന്നില്ല. നിങ്ങൾ കളിയാക്കുന്ന കളിയാക്കല് മാത്രമാണ് ഈ ലോകത്തിന്റെ മൊത്തം ജനങ്ങൾ ഇന്ന് വഷളായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പണ്ഡിതന്മാർ പോലും ഇന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ന് സമസ്തയുടെ പല പണ്ഡിതന്മാരുടെയും അവസ്ഥ. ഇങ്ങനെയുള്ള കള്ളക്കറാമത്തുകൾ കേട്ടുകൊണ്ട് നാണവും മാണവും ഇല്ലാത്ത കറാമത്തുകളാണ് ഓരോ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും വീടുകളിൽ പാരായണം ചെയ്യുന്ന മൊഹീദ്ദീൻ മാല എന്ന് പറഞ്ഞൊരു ബൈത്തുണ്ട്. ഈ ബൈത്തിൽ മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് എഴുതി വെച്ചതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന വരികളാണ്. അതായത് ബല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതുത്തേരം നൽകും ഞാനെന്നോവർ. അതായത് മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചിട്ട് മൊഹീദ്ദീൻ ഷെയ്ഖ് പോലും അറിഞ്ഞിട്ടില്ല. കാരണം മൊഹീദ്ദീൻ ഷെയ്ഖ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ട് 865 വർഷം കഴിഞ്ഞു. അതായത് മൊഹീദ്ദീൻ ഷെയ്ഖ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞതിന് ശേഷം 400 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ആളാണ് ഈ ഖാദി അഹമ്മദ് കുട്ടി മുസ്ലിയാര്. അതായത് ഈ മൊഹീദ്ദീൻ മാല എഴുതിയ ആള് മൊഹീദ്ദീൻ ഷെയ്ഖ് മരണപ്പെട്ടതിന് 400 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ഒരാളാണ് ഈ കൃതി എഴുതിയത് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങൾക്ക് സത്യം മനസ്സിലാകും. എങ്ങനെയാണ് ഈ നമ്മുടെ മൊഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ഇവർക്ക് ഇങ്ങനെ പാടാൻ തോന്നുന്നത്? എന്തെല്ലാം കള്ളങ്ങളാണ്. അതായത് വല്ലേ നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോവർന്ന്. അതായത് അള്ളാഹു താല പോലും നമ്മോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് എവിടെ നിന്ന് വിളിച്ചാലും വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം തരാന്ന് അള്ളാഹു പോലും നമ്മോട് പറഞ്ഞിട്ടില്ല. ഒന്ന് ചിന്തിച്ചോക്കിന്റെ ഉമ്മമാരെ, ഉപ്പമാരെ. എന്നിട്ട് അള്ളാഹു പറയാത്ത കാര്യമാണ്, ഓഫറാണ് അദ്ദേഹം കൊടുത്തത്. അപ്പോൾ പാവം ഈ മൊഹീദ്ദീൻ ഷെയ്ഖ് എന്ത് വെച്ചു? അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ലോകങ്ങളുടെ ഇടയിൽ കോമാളിയായിക്കൊണ്ടിരിക്കുകയാണ് മൊഹീദ്ദീൻ ഷെയ്ഖ്. കാരണം അദ്ദേഹത്തെ കുറിച്ചാണ് ഇന്ന് ഇങ്ങനെയുള്ള കള്ളക്കഥകള്. അതുപോലെ കോയിന്റെ മുള്ളോട് കൂവെന്ന് ചൊന്നാനേ കൂശാതെ കൂക്കി പറപ്പിച്ചു വിട്ടോവർ. അതായത് ചിക്കൻ കഴിച്ചിട്ട് ചിക്കന്റെ മുള്ളുകളെല്ലാം ഒരു ടേബിളിൽ ഇങ്ങനെ വെച്ചുത്രേ. എന്നിട്ട് പറന്നു കോയി എന്ന് പറഞ്ഞപ്പോൾ ഈ കോയി പറന്നുപോയി എന്നാണ് ഇവർ പറയുന്നത്. പുന്നാര സുഹൃത്തുക്കളെ, അങ്ങനെയുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങളിൽ അന്നത്തെ കാലത്ത് വാർത്ത വരില്ലേ? ലോക ജനങ്ങൾ അത്ഭുതത്തോടെ അന്തം വിട്ട് നിൽക്കൂലേ? അതുപോലെ മക്കയിൽ ഒരു തീപിടുത്തമുണ്ടായപ്പോൾ നമ്മുടെ മമ്പുറത്തെ തങ്ങള് പാടത്തു നിന്നും വെള്ളം ഇങ്ങനെ തേകാത്തരെ. ഇതൊക്കെ നമ്മൾ ഉസ്താദ്മാര് പറയുന്ന വീഡിയോ ക്ലിപ്പ് സഹിതം നമ്മുടെ കയ്യിലുണ്ട്. അതായത് മമ്പുറത്തെ പാടത്തു നിന്നും വെള്ളം ഇങ്ങനെ തേകാത്തരെ. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആള് ചോദിച്ചു, അല്ല ഉസ്താദെ, നിങ്ങൾ എന്തിനാണ് ഈ മമ്പുറത്തു നിന്നുകൊണ്ട് വെള്ളം ഇങ്ങനെ തേകണേന്ന്? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? അതാ അവിടെ ജിദ്ദയില്, അതായത് അള്ളാഹിന്റെ റസൂലിന്റെ കഅബാലയം കടന്ന് കത്തുന്നുണ്ട്, മക്കത്ത് തീപിടുത്തം ഉണ്ടായിക്കണു, ഞാൻ ഇവിടുന്ന് വെള്ളം തെളിച്ചു കൊടുക്കുകയാണ്, ഞാൻ കെടുത്തുകയാണ് എന്ന്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ പത്രമാധ്യമങ്ങളിൽ ഇത് വാർത്തയാവില്ലേ? ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണില്ലേ? പിന്നീട് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള കള്ളക്കറാമത്തുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? അതുപോലെ ഔലിയാക്കളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുരുത്തക്കേട് പറ്റുമെന്ന്. ആദ്യം അവർ ഔലിയാക്കളാവണ്ടേ? ഔലിയാക്കളുടെ കുറ്റം പറഞ്ഞാൽ കുരുത്തക്കേട് പറ്റുമെന്നാണ് നമ്മളോട് പറയുന്നത്. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ ലോകത്ത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർ ഈ സമസ്തയിലെ ആളുകളല്ല. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും നോക്കിക്കഴിഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളവരാണ്. അവരെല്ലാവരും ടീച്ചർമാരായിരിക്കും. നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഞാനല്ലാത്തവരൊക്കെ അതിൽ ടീച്ചർമാരായിരിക്കും. ഒന്നെങ്കിൽ എല്ലാവരും ടീച്ചർമാരായിരിക്കും, അല്ലെങ്കിൽ പെണ്ണുങ്ങളൊക്കെ ടീച്ചർമാരായിരിക്കും, അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടാവും. ആണുങ്ങളൊക്കെ നല്ല നിലയിൽ നല്ല ഗവൺമെന്റ് ജോലിയുള്ള ആൾക്കാരായിരിക്കും ഈ മുജാഹിദീങ്ങളില്. എന്താണ് കാരണം? അവർക്കൊക്കെ ഔലിയാക്കളെ കറാമത്ത് തട്ടുകയെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്തെല്ലാമായി മാറിയിട്ടുണ്ടാവും, ഇവർക്കൊക്കെ എന്തെല്ലാം ദുരിതങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് പരിശോധിക്കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ ആൾക്കാര് അല്ലെ? ഏറ്റവും കൂടുതൽ അള്ളാഹു അനുഗ്രഹം ചെയ്ത ആൾക്കാരാണ് സൗദി അറേബ്യ. അവിടെ ഫുള്ള് മുജാഹിദീങ്ങളല്ലേ? അള്ളാഹിന്റെ പ്രവാചകൻ മുതൽ അവിടെ വന്ന സഹാബിമാരും അവിടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ മുജാഹിദീങ്ങളല്ലേ?
എന്തുകൊണ്ടാണ് അവർക്കൊന്നൊരു ബുദ്ധിമുട്ടുണ്ടാവാത്തത്? ഇവിടെ നമ്മൾ പറയാം ഔലിയാക്കളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ പറ്റുന്നു. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളെല്ലാവരും നമ്മുടെ മക്കൾ പ്രസവിക്കുന്ന സമയത്ത് കയ്യിലൊരു കറുത്ത ചിരട് കെട്ടിക്കൊടുക്കും, തേനിങ്ങനെ നാവുമ്മ വെച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് നമ്മളെ ആൾക്കാർ എന്ത് ചെയ്യണത്, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നത്. ഈ മുജാഹിദീങ്ങളും പ്രസവിക്കുന്നില്ലേ? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രസവത്തില്? ഒന്ന് ചിന്തിച്ചു നോക്കാണ്. അവര് കയ്യിൽ ചിരട്ട് കിട്ടുന്നുണ്ടോ, തേനിങ്ങനെ ഉള്ളി കൊടുക്കുന്നുണ്ടോ, ഇങ്ങനത്തെ എന്തെങ്കിലും ആചാരങ്ങൾ നടത്തുന്നുണ്ടോ? ഒന്നുമില്ല. ഇതെന്താ പറയുക, തേന് നുള്ളി കൊടുത്ത ആൾക്ക് തേന് കൊടുത്ത ആളെ സ്വഭാവം കിട്ടുകയെന്ന്. എവിടുന്നാണ് ഈ ആചാരങ്ങളൊക്കെ വന്നത്? ആദ്യം തേന് കൊടുക്കുന്ന ആളാരാണോ, ഈ തേന് കൊടുക്കുന്ന ആൾക്കാരുടെ സ്വഭാവമാണ് ഈ മക്കൾക്കും കിട്ടുകയെന്ന്. അങ്ങനെ വെച്ചാൽ അള്ളാഹിന്റെ പ്രവാചകന് തേന് കൊടുത്ത ആളല്ലേ അള്ളാഹിന്റെ പ്രവാചകന്റെ ഗുണം കിട്ടണ്ടേ? അബൂബക്കർ സിദ്ദീഖിന് തേന് കൊടുത്ത ആൾക്ക് അബൂബക്കർ സിദ്ദീഖിന്റെ ഗുണം കിട്ടണ്ടേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇസ്ലാമികമല്ല എന്ന് മനസ്സിലാക്കുക എന്റെ ഉമ്മമാര്. അതായത് നിങ്ങളൊക്കെ വലിയ ചൂഷണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്ത് തൗബയിലെ 31-ാമത്തെ ആയത്തിലൂടെ വളരെ വ്യക്തമായിട്ട് അള്ളാഹ് പറഞ്ഞു തരുന്നുണ്ട്, പണ്ഡിതന്മാരെ ദൈവമാക്കി വെച്ചവരെ കുറിച്ചിട്ട്. പണ്ഡിതന്മാരെ നമ്മൾ ബഹുമാനിക്കണം, പക്ഷേ അവരെ ദൈവമായി കാണരുത്. അതായത് ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്നത്, അവരൊരു സദസ്സിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും പാടെ കൂടിയിട്ട് ത്വാലൽ ബദർ ചൊല്ലിയിട്ട് അള്ളാഹിന്റെ പ്രവാചകനെ മദീനക്കാർ സ്വീകരിച്ച പോലെ താലൽ ബദർ ചൊല്ലിയിട്ടാണ് ഈ പണ്ഡിതന്മാരെ ഇവർ സ്വീകരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ ശിർക്ക് ചെയ്യുന്ന പണ്ഡിതന്മാരെയാണ് താലൽ ബദർ ചൊല്ലി ജീവിക്കുന്നത്. എന്നിട്ട് അവർ മരിച്ചു കഴിയുമ്പോൾ പുഞ്ചിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ ഭാഗ്യം. ഇനി അദ്ദേഹം പുഞ്ചിരിച്ചു കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് സ്വർഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതായത് സാക്ഷാൽ ഫിർഔന് പോലും മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മൂസാ നബി വിശ്വസിച്ച അള്ളാഹിനെ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞില്ലേ? എന്നിട്ടെന്താ, അതായത് ഇസ്ലാം സ്വീകരിച്ചോ? അള്ളാഹു സ്വീകരിച്ചോ? എന്തുകൊണ്ട്? ഫിറൗനെ ഈ ലോകത്തെല്ലാവർക്കും ഒരു മാതൃകയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജഡം ഇന്നും ജനങ്ങൾക്ക് കാണുന്ന രീതിയിൽ ഒരു പെട്ടി ചില്ലുകൂടാരത്തിന് അള്ളാഹു തആല ജനങ്ങൾക്ക് കാണാൻ വേണ്ടി അവിടെ വെച്ചുകൊള്ളു. എന്താണ് സംഭവം? അതായത് കള്ളപ്രചാരങ്ങളാണ് ഇന്ന് നമ്മുടെ കേരളത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഔലിയാക്കളെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങള്, എന്തെല്ലാം വെല്ലുവിളികളാണ് ഇന്ന് നമ്മളെ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ ഇവർ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കാര്യമാണ് നമ്മളോട് പറയുന്നത്. കുരുത്ത ഇവരൊക്കെ ഔലിയാക്കളാണ്. ആരാണ് നിങ്ങളോട് പറഞ്ഞത്? ഓരോ ഔലിയാക്കളെ പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാം. കേരളത്തിലെ ഔലിയാക്കൾ എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരും മൗത്തായ ഉപ്പാപ്പ. അദ്ദേഹത്തിന് പേരില്ല, മൗത്തായ ഉപ്പാപ്പ. എന്താണ് ഈ മൗത്തായ ഉപ്പാപ്പ? കാരണം അയാൾക്ക് പേരില്ല. അപ്പൊ മൗത്തായ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മരണപ്പെട്ടു പോയ ഉപ്പാപ്പ എന്നതിന്റെ അർത്ഥം. അപ്പൊ എല്ലാരും മരിച്ചോലെ തന്നെയല്ലേ? അങ്ങനെ അവിടെ ഒരു ജാറമുണ്ടാക്കി. പിന്നെ മുനമ്പത്ത് ചേച്ചി, അതായത് മുനമ്പത്തിലൂടെ കടലിലൂടെ ഒഴുകി വന്ന ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും മൃതശരീരം അത് ചീഞ്ഞു നാറിയിട്ട് ആ നാട്ടുകാർക്ക് ദുർഗന്ധം വന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു? അവിടെ സംസ്കരിച്ചു. മുനമ്പത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു കബറുണ്ടാക്കി, ആ സ്ത്രീയെ അവിടെ കബറടക്കി. അത് പിന്നീട് കാലത്ത് അത് മുനമ്പത്ത് ബീവിയായി ഇവര് മാറ്റി. എന്നിട്ട് ഇപ്പൊ കുറച്ചു കാലം മുമ്പ് അതിനൊരു പേരുവിട്ടു, ഫാത്തിമ എന്ന് പറഞ്ഞൊരു പേരുവിട്ടു. ഒന്ന് ചിന്തിച്ചു നോക്ക്, ആരാണ് ജനങ്ങളെ വഞ്ചിക്കുന്നത് എന്ന്. അതുപോലെ കുപ്പസ്വാമിചാരം അല്ലെ, കുപ്പസ്വാമിചാരം നമ്മളെല്ലാരും കണ്ടിട്ടില്ലേ? കുപ്പസ്വാമിചാരം, കുപ്പസ്വാമിക്കും സമസ്തക്കാരുടെ കീഴിൽ ജാറമുണ്ട്. ഇങ്ങനെയുള്ള ഔലിയാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട്, അതുപോലെ പനമരത്തൊരു ഉപ്പാപ്പയുണ്ടായിരുന്നു, പനമരം ഉപ്പാപ്പ. ഈ പനമരം ഉപ്പാപ്പയുടെ കള്ളങ്ങള്, അതായത് അദ്ദേഹം സുഖമില്ലാതെ ഇങ്ങനെ വീഡിയോ വലിച്ചിങ്ങനെ നടക്കും അങ്ങാടി കൂടി. ഇദ്ദേഹം ഇങ്ങനെ, ഇയാളുടെ കയ്യിലൊരു വെള്ള പേപ്പർ ഉണ്ടാവും, ഇതിലിങ്ങനെ ഒപ്പിട്ട് ഇങ്ങനെ നടക്കും, ആൾക്കാരെ പേര് എഴുതിയിട്ട് ഇങ്ങനെ ഒപ്പിട്ട് നടക്കും. ഇങ്ങനത്തെ ഒരു ഭ്രാന്തനായ ഒരാളായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പനമരം ഉപ്പാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ മാലമൂലിതുണ്ടാക്കി. അവസാനം 4 വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന് സമസ്ത കേരള ഒരു നോട്ടീസ് ഇറക്കുകയാണ്. ഈ പനമരം ഉപ്പാപ്പ എന്ന് പറഞ്ഞ ആള് ഔലിയ അല്ല, അദ്ദേഹം ഭ്രാന്തായി മരണപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേ ഈ 4 കൊല്ലം ഇദ്ദേഹത്തോട് പോയി പ്രാർത്ഥിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും? എത്ര ആളുകളെ ആ കാലയളവിൽ മരണപ്പെട്ടു പോയി. എന്നിട്ട് അവസാനം ഇപ്പോൾ അയാള് പനമരം ഉപ്പാപ്പ ഔലിയല്ല എന്ന് ചിത്രീകരിച്ചു. ആ നാട്ടിലെ ഉമ്മർ എന്ന ഒരാള് അദ്ദേഹത്തിന്റെ ബിസിനസിന് വേണ്ടി ഈ ജാറം അവിടെ ഉണ്ടാക്കിയതാണ്. ഈ ഉമ്മറിന്
പിന്നെ ഇതിന്റെ വരുമാനം മുഴുവൻ പോകുന്നത് ഉമ്മറിന്റെ അക്കൗണ്ടിലേക്കാണ്. ഈ ഉമ്മറാക്കാന്റെ അക്കൗണ്ടിലേക്കാണ് ഇതിന്റെ വരുമാനം പോകുന്നത്. അത് സമസ്തയുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ സത്യം വെളിപ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന കിലോമീറ്റർ കണക്കിന് ജാറങ്ങളെല്ലാം ആ പള്ളി പരിപാലനത്തിന് വേണ്ടിയിട്ട് ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൈയില്ലാത്തോലിയും കാലില്ലാത്തോലിയും പട്ടിയുടെയും പൂച്ചയുടെയും ശരീരങ്ങൾ കുഴിച്ചിട്ട് കൊടുത്താണെന്ന് ജാറങ്ങൾ എന്ന് പറയുന്നത്. ഇത് പറയുന്നതിന്റെ പേരിൽ എന്ത് കുരുത്തക്കേടാണ് നമുക്ക് തട്ടുക? ഒരു കുരുത്തക്കേടും പറ്റില്ല. നമുക്ക് കൂലി മാത്രമേ അള്ളാഹുവിന്റെ ഇത് കിട്ടുകയുള്ളൂ. അതായത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ കളിയാക്കുന്നത് നമ്മളല്ല, ഇവർ തന്നെയാണ് എന്നാണ് നമ്മളെ ഏവരും മനസ്സിലാക്കേണ്ടത്. അടുത്തതായി എനിക്ക് പറയാനുള്ളത് സാമ്പത്തിക രംഗത്തെ ഹറാമ്, അതായത് രണ്ടാമത്തെ വലിയൊരു വെല്ലുവിളിയായി സാമ്പത്തിക ശുദ്ധിയാണ് അള്ളാഹു താല നമുക്ക് കളിച്ചു തരുന്നത്. പലിശയും ചൂതാട്ടവും ഓൺലൈൻ തട്ടിപ്പുകളും ഹറാമായ വരുമാന മാർഗങ്ങളും ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും പണക്കാരനാകണം എന്ന ഒരു ചിന്ത മാത്രമാണ് ഇന്നത്തെ മനുഷ്യനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട്, താൻ സമ്പാദിക്കുന്നത് ഹലാലായ മാർഗത്തിലൂടെയാണോ അതോ ഹറാമായ മാർഗത്തിലൂടെയാണോ എന്ന് മനുഷ്യൻ നോക്കുകയേ ഇല്ല. സഹീഹ് ബുഖാരിയിൽ വന്ന റിപ്പോർട്ടാണ്. ഒരു മുസ്ലിമിന് ദുആ, അതായത് പ്രാർത്ഥന, അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അവന്റെ ഭക്ഷണം ഹലാലായിരിക്കണം. എന്നാൽ ഇന്ന് ബിസിനസ്സിലും ജോലിയിലും വഞ്ചനയും പലിശയും കലർത്താതെ ജീവിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്നതല്ലേ സത്യം. അള്ളാഹു താല ഖുർആനിൽ പറയുകയാണ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പലിശ ഇനത്തിൽ ബാക്കി വരാനുള്ളത് ഉപേക്ഷിക്കുക. സൂറത്തുൽ ബഖറയിലെ 278 ആയത്തിലൂടെയാണ് അള്ളാഹു താല ഇത് വ്യക്തമാക്കി തരുന്നത്. അടുത്തതിന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ധാർമ്മിക അധംപതനവും കുടുംബ തകർച്ചയും. ഇന്നത്തെ കുടുംബങ്ങളൊന്ന് നോക്കൂ, ഇന്നത്തെ ധാർമ്മികതയൊന്ന് നോക്കൂ. എന്താണ് ഇന്ന് കുടുംബത്തിലെ അവസ്ഥ? ഓരോ വീടുകളിലെയും ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും ഭയാനകരമായ വെല്ലുവിളി ധാർമ്മികതയുടെ നാശമാണ്. വ്യഭിചാരവും ലഹരി ഉപയോഗവും ഫാഷനായി മാറിക്കഴിഞ്ഞു. LGBT പോലെയുള്ള പ്രകൃതി വിരുദ്ധ ആശയങ്ങൾ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പേരിൽ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ലാതായി മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളുന്ന മക്കൾ പെരുകുന്നു. വിശുദ്ധ ഖുർആൻ വ്യഭിചാരത്തെ കുറിച്ച് പറയുന്നത് അത് ചെയ്യരുത് എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത് എന്നാണ്. തീർച്ചയായും അതൊരു നീചവൃത്തിയും മോശമായൊരു മാർഗവുമാകുന്നു എന്ന് സൂറത്തുൽ ഇസ്രായിലെ 32 ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിന്മകൾക്ക് സ്വാതന്ത്ര്യം എന്നും മൊഡാലിസം എന്ന് പേരിട്ടുകൊണ്ട് വിളിക്കുന്ന ഒരു കെട്ട കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. ഇവിടെയാണ് മക്കളെ നല്ലവരായി വളർത്തുക എന്നത് മാതാപിതാക്കൾ കയ്യിൽ കനൽക്കട്ട പിടിക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് പറയാനുള്ള കാരണം, ലോകാവസാന സമയത്ത് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കനകക്കട്ട, അതായത് ഒരു തീക്കുണ്ടാരം നമ്മുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയായിരിക്കും. ഇന്ന് ഇത് പറയുന്ന ഞാൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളിൽ നിന്നും നമ്മളെ ഒഴിവാക്കി, സുഹൃത്തുക്കൾ നമ്മെ ഒഴിവാക്കി, എല്ലാവരും സത്യം പറഞ്ഞതിന്റെ പേര് നമ്മളെ ഒരു ചീത്ത വ്യക്തിയായിട്ടാണ് ഇന്ന് ജനങ്ങൾ കണക്കാക്കുന്നത്. അതായത് നമ്മൾ പറയുന്ന സത്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് കൊണ്ട് ഞാനൊരു ചീത്തയാളാവുമോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മുസ്ലിമായ കാര്യം നാട്ടുകാരോട് പറയുമ്പോൾ അവനെങ്ങനെയാണ് ഒരു ചീത്തയായ ആളാവുക? നബിദിനം ആചരിക്കരുത് എന്ന് പറയുന്നത് തെറ്റാണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ആചരിക്കാത്തൊരു കാര്യം ചെയ്യരുത് എന്ന് പറയുക അത് എനിക്ക് കൂലി കിട്ടുന്ന കാര്യമല്ലേ? സൂറത്ത് ആൽ ഇമ്രാനിലെ 104 ഒരൊറ്റ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് നാടുകളിൽ ഈ കോമാളി വേഷം കെട്ടുന്നത്. അതായത് അള്ളാഹു താല ആൽ ഇമ്രാൻ സൂറത്തിലെ 104 ആയത്തിലൂടെ നമ്മോട് കൽപ്പിക്കുകയാണ്, നന്മകളിലേക്ക്, അതായത് നന്മകൾ സപ്പോർട്ട് ചെയ്യുകയും തിന്മകളിൽ നിന്ന് തടുക്കുകയും ചെയ്യുന്ന ഒരു ജനതയെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഉണ്ടായിരിക്കണം. അത് ചിലപ്പോൾ വിരലിലെണ്ണാവുന്ന 4-5 പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അള്ളാഹു താല നമ്മെ അവർക്കാണ് വിജയം എന്നാണ് അള്ളാഹു പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക് മുസ്ലിമേ, എങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹു വിജയം ഓഫർ ചെയ്യുന്നത്? അതായത് അള്ളാഹു പറയുന്നത് അനുസരിച്ചുകൊണ്ട് സൂറത്തു ആൽ ഇമ്രാനിലെ 104 ആയത്ത് നടപ്പിലാക്കാനാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. അല്ലാതെ എനിക്ക് യൂട്യൂബിൽ നിന്നും, അള്ളാഹുവാണ് സത്യം, എനിക്ക് യൂട്യൂബിൽ നിന്നും യാതൊരു വരുമാനവും കിട്ടുന്നില്ല. ഇത് കേൾക്കുന്ന എന്റെ കുടുംബങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അള്ളാഹുവാണ് സത്യം, ഈ യുവാവിന് 1 രൂപ പോലും യൂട്യൂബ് തരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞേ പറ്റൂ, ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചേ പറ്റൂ.
അതിനെന്റെ തല 10 കഷ്ണമായി നാട്ടുകാർ പിളർത്തിയാലും എനിക്ക് ഈ സത്യം പറയാതിരിക്കാൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇന്ന് വരെ, ഞാൻ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നത് മുതൽ ഇന്ന് വരെ എന്റെ വീട്ടില് ഒരു കമ്മിറ്റിക്കാര് പോലും വന്നിട്ടില്ല, ഒരു ഉസ്താദുമാര് പോലും എന്റെ അടുക്കിലേക്ക് വന്നിട്ടില്ല. കാരണം അവർക്ക് സാധിക്കില്ല, വിശുദ്ധ ഖുർആനോട് വെല്ലുവിളിക്കാൻ അവർക്ക് സാധിക്കില്ല. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ആയത്തിന്റെ ഉത്തരം പറയാൻ പോലും അവർക്ക് സാധിക്കില്ല എന്ന് സത്യമായ കാര്യമാണ്. അതായത് അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ആയത്ത് കാണിച്ചു തരാമോ ഉസ്താദേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഉത്തരം നിങ്ങൾക്കും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ഇജ്ജ് മുജാഹിദായില്ലേ എന്ന്. ഇതായിരിക്കും അവർ ചോദിക്കുക. ഇന്ന് നമുക്കൊരു ഇൽമുണ്ടെങ്കിൽ അത് മറ്റുള്ളവന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എന്തുമാതിരി താല്പര്യങ്ങൾ ഉണ്ടാവും. എനിക്കറിയുന്ന കാര്യം മറ്റുള്ളവന് പറഞ്ഞു കൊടുക്കാൻ എന്തെല്ലാം താല്പര്യമുണ്ടാവും. നിങ്ങൾ അധ്യാപകരോട് ഒന്ന് പോയി ചോദിച്ചു നോക്കുക. അവർ പഠിപ്പിക്കുന്ന കുട്ടികൾ നല്ല മിടുക്കന്മാരായ കുട്ടികളുണ്ടെങ്കിൽ അധ്യാപകന്മാർക്ക് ആ കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്താണ് കാരണം? ആ കുട്ടികൾ എല്ലാ കാര്യവും ചോദിച്ചു മനസ്സിലാക്കും അധ്യാപകന്റെ കയ്യിൽ നിന്നും. അങ്ങനെയുള്ള കുട്ടികളെ ആൾക്ക് ഇഷ്ടമായിരിക്കും. ഇന്ന് നമ്മുടെ ഉസ്താദുമാരുടെ അടുത്തേക്ക് പോയിട്ട് ഞാൻ ഈ പറയുന്ന ഒരു 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാനും, അതായത് ഉസ്താദെ നബിദിനത്തിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു നോക്കാനും, അപ്പ പറയും പൊട്ടനാണോടാ, അള്ളാന്റെ പ്രവാചകനെ സ്നേഹിച്ചാത്തവനാണോടജ്, ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ ആട്ടിവിടും. അല്ലെങ്കിൽ പറയും ഓർക്ക് പിരാന്താണെന്ന് പറയും. അതുപോലെ ഈ നീർച്ച നടത്തുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പോയി ചോദിച്ചു നോക്കുക, ഉസ്താദെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നീർച്ച നടത്താൻ പറ്റുമോ? ഇന്ന് നമ്മുടെ നാടുകളില് തെയ്യോട്ടുച്ചിറയിലേക്കും ഇങ്ങനെയുള്ള നാടുകളിലേക്ക് ആടിനെ നീർച്ചയാക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? അള്ളാഹുലേക്ക് എന്നാണോ പറയുന്നത്? അല്ല, ഞാനിത് കമ്മുപ്പാപ്പാക്ക് വേണ്ടി നീർച്ചയാക്കുന്ന ആടാണ്, ഞാൻ കമ്മുപ്പാപ്പാക്ക് വേണ്ടി നീർച്ചയാക്കിയ കോഴിയാണെന്നല്ലേ പറയുന്നത്. നിങ്ങൾ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തെടുത്ത് നോക്കുക. ഹുരിമത്ത് അലൈക്കുമുൽ മൈതതു വദ്ദമു വൽ ഖിൻസീറു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ഒരു 1/2 പേജുള്ള ഒരു ആയത്താണ്. സമയം ദീർഘിപ്പിക്കുമെന്നുള്ള കാരണം കൊണ്ട് ഞാനത് മുഴുവനായിട്ട് പാരായണം ചെയ്യുന്നില്ല. എന്താണ് അതിൽ അല്ലാഹു തആല നമ്മോട് പറയുന്നത്? ഹുരിമത്ത് അലൈക്കും, നിങ്ങൾക്ക് ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. എന്തെല്ലാമാണ് ഹറാമാക്കിയിരിക്കുന്നത്? ശവം നിങ്ങൾക്ക് ഹറാമാണ്, രക്തം നിങ്ങൾക്ക് ഹറാമാണ്. അതുപോലെ അല്ലാഹു തആല പന്നിയിറച്ചി നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. ഇതേ കൂട്ടത്തിൽ അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹു അല്ലാത്തതിന്റെ പേരിൽ അറുക്കപ്പെട്ടത് നിങ്ങൾക്ക് ഹറാമാണ് എന്ന്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്ര ഹറാമായ ഭക്ഷണമാണ് നേർച്ചയുടെ പേരിൽ. എന്റെ ഉമ്മത്തിങ്ങൾ ഇത് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ച വേറൊരു കാര്യമാണ്, അതായത് അമ്പ് കൊണ്ട് പരീക്ഷണം നടത്തല്. അതായത് വെറുതെ തമാശയ്ക്ക് വേണ്ടി നമ്മൾ അമ്പിന് മൂർച്ചയുണ്ടോ എന്ന് നോക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മൃഗത്തിനെ ബലിയാടാക്കിക്കൊണ്ട് ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു പോത്തിനെയൊക്കെ ഇങ്ങനെ വഴിയിൽ നിർത്തിക്കൊണ്ട് അമ്പ് കൊണ്ട് ഇങ്ങനെ എയ്യുന്നത് ഇസ്ലാം നിരോധിക്കുന്ന കാര്യമാണ്. അതായത് ഭാഗ്യപരീക്ഷണം നടത്താൻ ഒരു മൃഗത്തിനെയും ബലിയാടാക്കാൻ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു തആല നമുക്ക് ഈ ആയത്തിലൂടെ വളരെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. അടുത്തതായി എനിക്ക് പറയാനുള്ളത് 5-ാമത്തെ വെല്ലുവിളിയാണ്, അതായത് ഇസ്ലാമോഫോബിയയും ഐഡന്റിറ്റി പ്രതിസന്ധിയും. ഇന്ന് ലോകമെമ്പാടും ഇസ്ലാമിനെതിരെയുള്ള ആസൂത്രിതമായ പ്രചരണങ്ങൾ നടക്കുകയാണ്. മുസ്ലിം നാമധാരിയായി ജീവിക്കുക എന്നത് പലയിടത്തും വേട്ടയാടപ്പെടാൻ കാരണമാകുന്നു. താടിയും തട്ടവും അപരവൽക്കരിക്കപ്പെടുന്നു. ഈ ഭയം കാരണം പല യുവാക്കളും തങ്ങളുടെ മുസ്ലിം ഐഡന്റിറ്റി മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതിലൊന്നും നാം ഭയപ്പെടേണ്ടതില്ല എന്ന് നമ്മോട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവർ തങ്ങളുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്നു. സത്യവിശ്വാസികൾക്ക് അത് വെറുപ്പുളവാക്കുന്നതാണെങ്കിലും അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് സൂറത്തുൻ നിസായിലെ 8-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കുന്നു. സൂറത്തുൻ നിസാ അല്ല സുഹൃത്തുക്കളെ, സൂറത്തു സഫിലെ 8-ാമത്തെ ആയത്തിലൂടെയാണ് അല്ലാഹു തആല അത് വ്യക്തമാക്കി തരുന്നത്. അതുപോലെ 6-ാമത്തെ നമ്മുടെ വെല്ലുവിളി, അതായത് ഒരു മുസ്ലിമായി ജീവിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിലെ 6-ാമത്തെ വെല്ലുവിളിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ദജ്ജാലിന്റെ വരവും കടുത്ത പട്ടിണിയും. അതായത് ഇവിടെ വെച്ച് വളരെ പോസിറ്റീവായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കഥയാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദജ്ജാലിന്റെ വരവ്, കടുത്ത പട്ടിണി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നാം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും ഭയാനകരമായ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിത്നയെ കുറിച്ചാണ്. അതായത് നമ്മൾ നിസ്കാരങ്ങളിൽ അവസാനിക്കുന്ന സമയത്ത് മസീഹു ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് അവസാനിപ്പിക്കാതെ ഒരു മനുഷ്യന്റെ നിസ്കാരം ശരിയാവാറില്ല. എന്താണ് അല്ലാഹു തആല പറഞ്ഞ ദജ്ജാല്? ആ ദജ്ജാലിന്റെ വരവാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞു തന്നിട്ടുണ്ട്. ആദം നബിയുടെ സൃഷ്ടിപ്പ് മുതൽ അന്ത്യനാൾ വരെയുള്ള കാലഘട്ടത്തിൽ ദജ്ജാലിനേക്കാൾ വലിയൊരു പരീക്ഷണം മനുഷ്യർക്ക് വരാനില്ല എന്ന്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ നാടുകളിൽ കാണുന്ന ഫിത്നകളൊന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ഇന്ന് ചെറിയ ഒരു പ്രതിസന്ധി വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പാഞ്ഞു പോവുകയാണ് തങ്ങന്മാരുടെ അടുത്തേക്ക്. ഇങ്ങനെയുള്ള വ്യാജ തങ്ങന്മാരുടെ അടുക്കിലേക്കും ആറ്റക്കോയമാരുടെ അടുക്കിലേക്കും നമ്മൾ പാഞ്ഞു പോവുകയാണ്. ഇത് എന്താണ് ഇതിന്റെ കാരണമെന്നറിയുമോ? അള്ളാഹിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ പഠിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഈ പ്രസ്ഥാനം ജനങ്ങളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് സൂറത്തുൽ മുഹമ്മദിലെ 24-ാമത്തെ വചനം ഒന്ന് കേട്ടു നോക്കിയാൽ അല്ലാഹു തആല പറയുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഖുർആൻ പഠിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഖുർആൻ ആയത്തിൽ മനസ്സിലാക്കുന്നില്ല? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് നിങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ഖുർആൻ പഠിക്കരുത്, ഖുർആന്റെ പരിഭാഷ പഠിക്കരുത്. പരിഭാഷ പഠിച്ചു കഴിഞ്ഞാൽ ഇവർ പെട്ടിയും കെട്ടിപ്പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്ന് ഖുർആന്റെ അർത്ഥം ഇവർ പഠിപ്പിച്ചു കൊടുക്കാത്തത്. അതായത് ഇന്നത്തെ ദർസുകളിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിക്കുകയും അതുപോലെ മുഹീദ്ദീൻ മാലയുടെ അർത്ഥവുമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു ഉസ്താദ് കുട്ടിക്ക് ജീവിക്കാനുള്ള എല്ലാ വരുമാനവും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഒരു ദർസിൽ നിന്നും കുട്ടിയെ പുറത്തേക്ക് വിടുന്നത്. അതായത് ഖുർആൻ അവന് മുഴുവനായിട്ട് പഠിച്ചിരിക്കും, പക്ഷേ ഖുർആന്റെ അർത്ഥം അവന് പഠിച്ചിട്ടുണ്ടാവില്ല. അവന് പഠിച്ച അർത്ഥം മുഹീദ്ദീൻ മാലയുടെ അർത്ഥമായിരിക്കും. എന്നിട്ട് സ്റ്റേജുകളിൽ ഈ ഓരോ മദ്രസയുടെയും പള്ളിയുടെയും പിരിവിന് വേണ്ടിയാണ് ഇവരെ വിളിക്കുക. അപ്പോൾ ഈ പാവപ്പെട്ട ഉമ്മത്തിനെ പറ്റിക്കണ്ടേ? ഇതിനു വേണ്ടി പറയും, എന്റെ വീട്ടിലൊരു പാമ്പ് വന്നപ്പോൾ ഞാൻ മുഹീദ്ദീൻ ഷെയ്ഖിന് 10 ഫാത്തിഹ ഓതി എന്ന് പറയും. അപ്പോ ഈ കയ്യിൽ കിടക്കുന്ന സ്വർണ്ണമാലകളും വളകളൊക്കെ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഊരിക്കൊടുക്കും. ഇങ്ങനെ ചെല്ലൂര് 3 സലാത്ത് എന്ന് പറയും. എന്നിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് 3 സലാത്ത് പാസ്സാക്കും. 5 രൂപ വിലയുള്ള കോഴിമുട്ട 5 ലക്ഷത്തിന് ലേലം വിളിച്ച നാടാണ് നമ്മുടെ കേരളം. ചിന്തിച്ചു നോക്കുക. 5 രൂപയുടെ മുട്ട 5 ലക്ഷത്തിന് വാങ്ങിയ ആളുകളുള്ള കേരളം. ഇത്രയും വിഡ്ഢികളായ ജനങ്ങൾ വേറെ എവിടെയാണ് കാണുക? എന്താ ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും ഇത് സംഭവിക്കാത്ത? അതായത് അവർ കയറ്റുന്ന ഈ പള്ളിയുടെ പൈസ കിട്ടണമെങ്കിൽ ഈ കോഴിമുട്ടക്ക് 5 ലക്ഷം പറയണം ജനങ്ങളോട്. ഇങ്ങനെ ഓരോ ഉസ്താദുമാരെ കൊണ്ടെന്ന് ഈ ദർസിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ഉസ്താദുമാരെ കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുകയാണ്. പാവപ്പെട്ട ഉമ്മമാരെ കയ്യിൽ നിന്നും വളകളും മാലകളും ഊരിക്കൊടുക്കുന്നു. എന്നിട്ട് ഇത് കൂലി കിട്ടുമെന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ എന്റെ സുഹൃത്തുക്കളെ, ഉമ്മമാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ വീടിന് 40 വീട് അയലോക്കത്തുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യനോ ഒരു ഹിന്ദുവായ മനുഷ്യനോ ആരെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളൊക്കെ ബാത്തിലാണ്. അതായത് നമ്മുടെ വീടിന്റെ 40 വീടുകളിലുള്ളവർ സുരക്ഷിതരാണോ എന്ന് നമ്മൾ നോക്കണം. ഒരു നേരത്തെ മരുന്നിന് വകയില്ലാത്ത ഒരു വീട്ടുകാർ നിങ്ങളുടെ 40 വീടിന്റെ അടുക്കലുണ്ടോ? എന്നാൽ അവരെയാണ് നിങ്ങൾ മുൻഗണന നൽകേണ്ടത്. ഒന്ന് മനസ്സിലാക്കൂ സഹോദരങ്ങളെ. ഇന്ന് നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്? ഇസ്ലാമിനെ പാടെ അവഗണിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചുകൊണ്ട്, മാല മൗലീദുകളിലൂടെ മാത്രം ജനങ്ങളെ, അതായത് ഞാൻ നാളെ പറഞ്ഞു നിങ്ങൾക്ക്, അബ്ദുള്ളാക്ക് സുന്ദരിയായ ഒരു മോളുണ്ട്. അതായത് ഈ ലോകത്തെ ജനങ്ങളോട് മുഴുവനും പോയി ഉസ്താദുമാർ പറയുകയാണ്, അബ്ദുള്ളാക്ക് സുന്ദരിയായ ഒരു മോളുണ്ട്. ആ മോളെ മദ്ഹുകൾ ഇങ്ങനെ പാടിക്കഴിഞ്ഞാല് ഈ ലോകത്തുള്ള ജനങ്ങള് അബ്ദുള്ളാനെ ഓർക്കുമോ അതോ അബ്ദുള്ളാന്റെ സുന്ദരിയായ മോളെ ഓർക്കുമോ? ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിനെ പറ്റി പറയാതെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് അങ്ങനെ പൊക്കി പറയും. അപ്പൊ ജനങ്ങൾ എന്തു ചെയ്യും? അള്ളാഹുവിനെ മറക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇപ്പോൾ CM മടവൂര് അള്ളയായത്. അതുകൊണ്ടാണ് മുനമ്പത്ത് ബീവി പടച്ചോനായത്. ഇങ്ങനെയാണ് നാടുകളിലുള്ള ജാറങ്ങളിലുള്ള ഓരോ ഔലിയാക്കളും പടച്ചോന്റെ സ്ഥാനത്തെത്തുന്നത്. അതായത് അള്ളാഹുവിനെ പറ്റി പറയുന്ന എല്ലാ സദസ്സുകളും ഇന്ന് കൊട്ടിയടച്ചുപോയി. ഇന്ന് വയല് എന്നൊരു സമ്പ്രദായം നമ്മുടെ നാടുകളിലില്ല. ഇന്ന് എല്ലായിടത്തും സലാത്ത് മജ്‌ലിസുകൾ മാത്രം, പിരിവുകൾ മാത്രം, പാവപ്പെട്ട ഉമ്മമാരെ കയ്യിലെ വളയും മാലയും ഊരിവെക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന പരിപാടികള്, മദ്രസയ്ക്ക് വേണ്ടിയും പള്ളിക്ക് വേണ്ടിയും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിലൂടെയാണ് പൈസ പിരിക്കുന്നത്. ഇങ്ങനെയാണോ? നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരൂ. അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ എങ്ങനെയാണ് അവര് വയല് നടത്തുന്നതെന്ന് നിങ്ങൾക്ക് പോയി കാണാം. അതായത് ഒരു ഉസ്താദ് പോലും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും 1 രൂപ മേടിക്കില്ല. പ്രസംഗത്തിന് പൈസ പോലും വാങ്ങാതെയാണ് അവർ വന്ന് പ്രസംഗിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആരാണ് സത്യവാദികള്?
ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഞാൻ എന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്റെ നാട്ടിൽ ആളുകൾ പറഞ്ഞു നടന്നിരുന്ന കാര്യമേ അല്ല മുജാഹിദുകൾ എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ കടന്ന് ഒച്ച വെക്കുന്നത്. അതായത് നമ്മൾ ചെറുപ്പത്തിൽ വെച്ച് കേട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മുജാഹിദീങ്ങൾ തീവ്രവാദികളാണ്, അവർക്ക് അള്ളാഹിന്റെ പ്രവാചകനോട് സ്നേഹമില്ല, അവര് ദിക്ർ ചൊല്ലൂല, അവര് കബറങ്ങ പോകൂല. ഇങ്ങനെ നമ്മുടെ തലച്ചോറിനെ ചെറുപ്പം പ്രായം മുതലേ നമ്മുടെ ഉമ്മമാരും നമ്മളെ ഉപ്പമാരും നമ്മളെ ഉസ്താദുമാരും നമ്മളെ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ തലച്ചോറില് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ കയറ്റിമറിച്ചു. അതുകൊണ്ട് 30 വർഷമായിട്ട് മുജാഹിദുകളോട് സംസാരിക്കാത്ത ആളുകളെ എനിക്കറിയാം. എന്താണ് അവർ ഇവരോട് ചെയ്ത തെറ്റ്? നിങ്ങൾ ഇന്ന് വരെ നിങ്ങളുടെ അടുത്ത സുഹൃത്തായ ഒരു മുജാഹിദിനോട് പോയിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ ആശയമെന്ന്? നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അള്ളാഹിന്റെ റസൂലിനോട് സ്നേഹമില്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സത്യത്തിൽ അള്ളാഹിന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? നിങ്ങൾ ചോദിച്ചുകൊള്ളോ. ഇതുവരെ ഒരു മുജാഹിദിനോട് ചോദിച്ചുകൊള്ളോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കാത്തത്? കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ചോദിക്കുന്നത് തെറ്റാണ്, ചോദിക്കുന്നതും നിങ്ങൾ പറയുന്നതും കള്ളമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. മുജാഹിദ് പ്രസ്ഥാനത്തിനെ കുറിച്ച് അറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് എനിക്ക് യാതൊരു സഹായം അവർ ചെയ്യുന്നില്ല, എന്നാലും ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഞാൻ ചെറുപ്പം മുതലേ കേട്ടുപോന്നിരുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണെന്ന് എന്റെ ഹൃദയത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിനോട് എനിക്ക് ഇത്രയും ഇഷ്ടം. ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെയും ആളായിട്ട് പറയുകയല്ല, എനിക്ക് ഒരു പാർട്ടിയും ഇല്ലാത്ത ഒരാളാണ്. മുസ്ലിം ലീഗ് എന്നോ LDF എന്നോ ഇങ്ങനെ യാതൊരു പാർട്ടിയും എനിക്കില്ല. ഞാൻ ഇന്ന് വരെ ഒരു പാർട്ടിയുടെ ഒരു പതാക എന്റെ കൈ കൊണ്ട് പിടിക്കാനും പോയിട്ടില്ല. യാതൊരു പാർട്ടി പരിപാടിക്കും ഞാൻ പോകാറില്ല. അതായത് അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എന്നെ ആരെന്ത് പറഞ്ഞോട്ടെ, എത്ര ആക്ഷേപിച്ചോട്ടെ, എനിക്ക് യാതൊരു നഷ്ടവും ഇതിൽ വരാനില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിർത്തിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചാൽ പഠിക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ നിങ്ങളുടെ പഴയ പ്രസ്ഥാനത്തിലേക്ക് വരുമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ സത്യമില്ല. അതായത് അള്ളാഹുവിന്റെ ഖുർആനില് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ആയത്ത് കാണുന്നില്ലെങ്കിൽ എന്റെ ഉമ്മമാരെ, നിങ്ങൾ ചെയ്യുന്ന ഈ ജാറ പൂജ എന്താണ്? ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ലാഭം? നിങ്ങളുടെ ജീവിതം തകർന്നു പോവുകയാണ്, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാണ്. അതായത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല എത്രയോ പ്രാവശ്യം പറയുന്നുണ്ട്, മരണപ്പെട്ടവരോട് ചോദിക്കുന്നവരെ എന്തുപോലെയാണ് അല്ലാഹു തആല പറയുന്നത് അറിയോ? അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു ഭക്ഷണ സാധനം വലിച്ചു കൊണ്ടുപോകുന്ന ഈച്ചയുടെ വില പോലും നിങ്ങൾക്കില്ല. അതായത് ഒരു ഈച്ച നിങ്ങളുടെ ഭക്ഷണ സാധനത്തിൽ നിന്നും ഒരു അരിമണി എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പിടിച്ചു വെക്കാൻ പോലും കഴിവില്ലാത്ത ആളുകളെ വിളിച്ചിട്ടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അത്രത്തോളം. അതുപോലെ ശിർക്ക് ചെയ്യുന്ന ആളുകള് ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ്. അവനെ കാറ്റ് വഹിച്ചു കൊണ്ടുപോയി ഏതോ ഒരു നാട്ടിൽ കൊണ്ടുപോയി ഇട്ടവന്റെ അവസ്ഥയായിരിക്കും നാളെ മഹ്ശറയിൽ അവന്റെ അവസ്ഥ എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദജ്ജാലിന്റെ ചരിത്രമാണ് ഇനി പറയാനുള്ളത്. ഏവരെയും വിരൽത്തുമ്പിൽ നിർത്താൻ പോവുകയാണ് ഈ യുവാവ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. അതായത് നല്ല ഒരു കഥയാണ്, മനുഷ്യനെ പേടിച്ച് തരിപ്പണമാകുന്ന ഒരു കഥയാണ്. അതായത് ദജ്ജാല് വരുന്നതിന് മുമ്പായി 3 വലിയ ഫിത്നകൾ നമുക്ക് വരാനുണ്ട്. അതായത് ആ ദജ്ജാല് പെട്ടെന്നൊരു ദിവസം അങ്ങനെ വരികയും അവൻ വരുന്നതിന് തൊട്ടു മുമ്പ് ലോകത്ത് ഭയങ്കരമായ 3 സംഭവങ്ങള്, 3 വലിയ പ്രതിസന്ധികൾ അള്ളാഹു ഉണ്ടാക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. കേട്ടോളൂ സുഹൃത്തുക്കളെ, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ തറക്കുന്ന ഒരു വിഷയമാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ മുസ്ലിമീങ്ങളെ. ഒന്നാമത്തെ വർഷം 3 വർഷമാണ് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ യഥാർത്ഥ മുസ്ലിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വർഷം അള്ളാഹു ആകാശത്തോട് കൽപ്പിക്കും, നിന്റെ മഴയുടെ 1/3 നീ തടഞ്ഞു വെക്കുക. ഭൂമിയോട് കൽപ്പിക്കും, നിന്റെ വിളവിന്റെ 1/3 നീ തടഞ്ഞു വെക്കുക. അതായത് ജനങ്ങളെല്ലാം മഴയില്ലാതെ, സസ്യങ്ങളൊന്നും മുളക്കാതെ ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം ഒന്നാമത്തെ വർഷമാണ് മുസ്ലിമീങ്ങളെ. ശ്രദ്ധിച്ചു കേൾക്കുക. രണ്ടാമത്തെ വർഷം ആരംഭിക്കുകയാണ്. ആകാശത്തോട് അല്ലാഹു തആല വീണ്ടും കൽപ്പിക്കും, മഴയോട് 2/3 ഭാഗവും തടയാൻ പറയും. ഭൂമിയിലെ വിളവിന്റെ 2/3 ഇല്ലാതാകും. അതായത് ആകാശത്തു നിന്നുള്ള മഴ അല്ലാഹു തആല തടഞ്ഞു വെക്കുകയാണ്, 2 ഭാഗവും തടയും. അതുപോലെ ഭൂമിയിലെ വിളവ്, അതായത് അന്ന് നിങ്ങൾ കൃഷി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കൃഷി നിങ്ങൾക്ക് കിട്ടുകയില്ല. നിങ്ങൾ പൂളക്കിഴങ്ങ് കൃഷി ചെയ്തു കഴിഞ്ഞാലും നെല്ല് സംഭരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അല്ലാഹു തആല അതിൽ നിന്നും ഫലങ്ങൾ തരുകയില്ല. അതായത് 3-ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ദജ്ജാല് വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള വർഷം അല്ലാഹു ആകാശത്തോട് കൽപ്പിക്കും, ഒരൊറ്റ തുള്ളി മഴ പോലും ഭൂമിയിലേക്ക് പെയ്യിക്കരുത്. ഭൂമി
ഭൂമിയോട് കൽപ്പിക്കും, ഒരൊറ്റ പുൽക്കൊടി പോലും മുളപ്പിക്കരുത്. അതായത് ആകാശം മുഴുവൻ ഇരുണ്ട് കിടക്കും, പക്ഷേ മഴ പെയ്യില്ല. ഭൂമി മുഴുവൻ പച്ച തരിശില്ലാതെ, ഒരു പച്ചപ്പുല്ല് പോലുമില്ലാതെ ഭൂമി വരണ്ട് ആകെ പൊളിഞ്ഞ് വെട്ടിപ്പൊളിഞ്ഞ പോലെ ഭൂമി നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ദജ്ജാൽ വരുന്നതിന്റെ 1 വർഷം മുമ്പായി ഭൂമി കിടുകിടാൻ അങ്ങനെ നമ്മളെ പേടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ഈ സമയപ്പെട്ട എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതായത് ഈമാനുള്ളവർക്ക് മാത്രമേ ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നിങ്ങൾ ഒരു നിസ്സാര കാര്യം വരുമ്പോൾ ഈ ഔലിയാക്കളെ വിശ്വസിക്കുന്നത് പോലെ ഈ ഔലിയാക്കൾ നാളെ മഹ്ശറിൽ വെച്ച് പറയുന്ന ഒരു രംഗമുണ്ട്, ഞാൻ അവരുടെ പ്രാർത്ഥന കണ്ടിട്ടില്ല അല്ലാ, ഞാൻ അവരെ കണ്ടിട്ടില്ല അല്ലാ, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല അല്ലാ, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ഔലിയാക്കൾ പറയുന്ന ഒരു രംഗമുണ്ട് നാളെ മഹ്ശറിൽ. നാളെ ഉസ്താദുമാരോട് നമ്മൾ പറയുന്ന ഒരു രംഗമുണ്ട് മഹ്ശറിൽ, ഇവർ ഞങ്ങളെ ചതിച്ചു അല്ലാ, ഞങ്ങളുടെ പണ്ഡിതന്മാര് ഞങ്ങളെ ചതിച്ചു അല്ലാ, ഞങ്ങളുടെ ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണമേ എന്ന് നമ്മൾ നാളെ മഹ്ശറിൽ വെച്ച് പറയുന്ന ഒരു രംഗം വരാനുണ്ട്. ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളെ പറ്റി ആ സമയത്ത് അള്ളാഹു പറയും, നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് തന്നിട്ടില്ലേ? നമ്മൾ എല്ലാ ദിവസവും രാത്രി പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുൽക്കിലൂടെ അള്ളാഹു തആല ചോദിക്കുന്നുണ്ട് നമ്മോട്, നിങ്ങൾക്ക് അതായത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിന് മുമ്പ് മലക്കുകൾ, നരകത്തിനെ കാക്കുന്ന മലക്കുകൾ നമ്മോട് ചോദിക്കും, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ ആരും വന്നിട്ടില്ലയോ? ഷഫീഖിന്റെ രീതിയിലാവും ചിലപ്പോൾ വരിക. അതായത് ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന എന്റെ ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളോട് അള്ളാഹു നരകത്തിലേക്ക് എറിയുമ്പോൾ അവിടുത്തെ മലക്കുകൾ ചോദിക്കുന്ന രംഗമാണ്, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ ആരും വന്നിരുന്നില്ലേ? ആ സമയത്ത് അവർ പറയും, വന്നിരുന്നു അല്ലാ, വന്നിരുന്നു. മലക്കുകളോട് പറയും, വന്നിരുന്നു, പക്ഷേ ഞാൻ അവരെ കള്ളമാക്കി കളഞ്ഞു. നബിദിനം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഞങ്ങളെ പ്രവാചകനോട് സ്നേഹമാണ്, ഞാൻ ആചരിക്കുമെന്ന്. നേർച്ച ആഘോഷിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇല്ല, നേർച്ച ഞങ്ങൾ ആഘോഷിക്കും, ഞങ്ങൾക്ക് ചെമ്പ് ബിരിയാണി കിട്ടുന്ന കാലമാണ്, അത് ഞങ്ങൾ മുടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരും വന്നില്ലേ എന്ന് ചോദിക്കുന്ന രംഗം ഒന്ന് ചിന്തിച്ചു നോക്കും മുസ്ലിമീങ്ങളെ. അതായത് ഇങ്ങനെ 3 വർഷം കഴിഞ്ഞു പോകും. ദജ്ജാൽ വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള 3 വർഷം, അതായത് ആകാശത്ത് നിന്ന് മഴ പെയ്യാതെ ഭൂമിയിൽ നിന്നും ഒരു ഒറ്റത്തുള്ളി സസ്യം പോലും മുളക്കാത്ത ഒരു കാലഘട്ടം വരും. ജനങ്ങളെല്ലാം പട്ടിണിയിലാകും. ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി സ്വന്തം സഹോദരനെ കൊന്നു തിന്നും. അതായത് വെള്ളമില്ലാതെ കൂടപ്പിറപ്പിനെ പോലും കൊന്നു തിന്നുന്ന കാലം വരുമ്പോൾ ആ സമയത്താണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ ഈ കഥ കേൾക്കേണ്ടത്. അതായത് ഭാവനയിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ രംഗം ഒന്ന് കണ്ടു നോക്കുക. ലോകം മുഴുവൻ കരഞ്ഞുണങ്ങി, അതായത് ലോകം മുഴുവൻ വരണ്ടു കിടക്കുകയാണ്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. അതായത് അന്ന് 1 ലിറ്റർ വെള്ളത്തിന്റെ വില കോടാനുകോടി കൊടുത്താൽ പോലും 1 ലിറ്റർ വെള്ളം നമുക്ക് കുടിക്കാൻ കിട്ടാത്ത കാലം. ഈ സമയത്ത് മനുഷ്യനെ കൊന്നു തിന്നുന്ന കാലം. ഇങ്ങനെയുള്ളൊരു രംഗമൊന്ന് ഓർമ്മിച്ചു നോക്കി എന്റെ ഉമ്മമാര്. ഒരു തുള്ളി വെള്ളമില്ലാതെ, തിന്നാനൊരു മണി ധാന്യമില്ലാതെ മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. കുഞ്ഞുങ്ങൾ വിശന്ന് കരയുകയാണ്. എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊന്ന് മനസ്സിൽ കാണുക. മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. അതായത് ആ നാട്ടിൽ പിന്നെ മൃഗങ്ങളില്ലാതായി മാറുന്നു. എല്ലാ മൃഗങ്ങളും ചത്തൊടുങ്ങുന്നു. മനുഷ്യൻ വിശപ്പും ദാഹവും കൊണ്ട് അലറി വിളിക്കുന്ന ആ കറുത്ത നാളുകള് ഒന്ന് ചിന്തിച്ചു നോക്കെന്റെ ഉമ്മത്തെ. അങ്ങനെയുള്ള കടുത്ത പട്ടിണിയുടെയും ദാഹത്തിന്റെയും നടുവിലേക്കാണ് ദജ്ജാല് കടന്നു വരുന്നത്. അതെ, അവൻ വരുമ്പോൾ അവന്റെ കൂടെ 2 കാര്യങ്ങൾ ഉണ്ടാകും. ഒന്ന് തീപ്പൊരികൾ പാറുന്ന നരകവും, മറ്റൊന്ന് തണുത്തുകൊണ്ട് വെള്ള പൂണ്ടു നിൽക്കുന്ന നദിയും സ്വർഗവും. വിശന്ന് പൊരിഞ്ഞ് ദാഹിച്ചു വലഞ്ഞ് മനുഷ്യൻ വെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ ദജ്ജാൽ പറയും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, ഞാനാണ് ദൈവം, എന്നെ റബ്ബായി അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ നദിയിലെ തണുത്ത വെള്ളം തരാം, ഭക്ഷണം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ദജ്ജാൽ നമ്മെ പറ്റിക്കുകയാണ്. ആ സമയത്താണ് മനുഷ്യന്റെ ഈമാന്റെ പവർ കാണുന്നത്. ഇന്ന് ആറ്റക്കോയമാരുടെ അടുക്കിലേക്ക് പോകുന്ന ഉമ്മമാര്, നിസാര കാര്യം വരുമ്പോൾ ആറ്റക്കോയമാരുടെ അടുക്കിലേക്ക് പോയിക്കൊണ്ട് സ്വന്തം കയ്യിലെ വളയും മാലയും മൂരിക്കൊടുക്കുന്ന ഉമ്മമാരെ, നിങ്ങളോടാണ് പറയുന്നത്, അള്ളാഹുവിനെ മുറുകെ പിടിച്ചോളും. അള്ളാഹു മാത്രമേ നിങ്ങൾക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. ഈ പാടുന്ന മങ്കൂസ് മുറിത്ത് നിങ്ങളെ കബറിൽ വരില്ല. നിങ്ങൾ പാടുന്ന ഒരു ബൈത്തും നിങ്ങളുടെ കബറിൽ നിങ്ങൾക്ക് ഉപകാരം ചെയ്യില്ല. പക്ഷേ നാളെ കബറിൽ അള്ളാഹു ചോദിക്കും, നിന്റെ ഇമാമാരാണെന്ന് ചോദിക്കുമ്പോൾ ഷാഫി ഇമാം
പറയുന്നു എന്നല്ല പറയേണ്ടത്. ഖുർആൻ ഇമാമി എന്ന് പറയണം. ആ സമയത്ത് നിന്റെ നാവ് പൊന്തണോ, ഖുർആൻ ഇമാമി എന്ന് പറയണം. ഖുർആൻ അനുസരിച്ചിട്ടാണ് ഞാൻ ജീവിച്ചത്. ഈ ഖുർആനിൽ നബിദിനാഘോഷം പറയുന്നില്ലെങ്കിൽ ഒഴിവാക്കന്റെ ഉമ്മമാരെ. ഈ ഖുർആനിൽ ജാറപൂജ പറയുന്നില്ലെങ്കിൽ ഒഴിവാക്കന്റെ ഉമ്മമാരെ. ഈ ഖുർആനിൽ നീർച്ച സംവാദങ്ങൾ പറയുന്നില്ലെങ്കിൽ ഒഴിവാക്കന്റെ ഉമ്മമാരെ. ഖുർആനിൽ പറയാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ പകർത്തരുത് ഉമ്മമാരെ, ഉപ്പമാരെ. നിങ്ങൾ അള്ളാന്റെ ഖുർആൻ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യം തീർച്ചയായും ഒഴിവാക്കി കളയണം. അല്ലെങ്കിൽ നാളെ വരാനുള്ള അവസ്ഥയാണ് പറയുന്നത്. പടച്ചവനെ ആലോചിച്ചു നോക്കുക. സ്വന്തം കുഞ്ഞുമക്കൾ കൺമുന്നിൽ വിശന്നു മരിക്കുന്നത് കാണുമ്പോൾ ഏതൊരു മാതാവാണ് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നാക്ക് നീട്ടാത്തത്? ഏതുമ്മമാരാണ് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കൈകൾ നീട്ടാതിരിക്കുക? നമ്മുടെ കുഞ്ഞുങ്ങൾ നിലവിരിച്ച് കരയുന്ന സമയത്ത് നമ്മുടെ ഈമാൻ അല്ലാഹു എടുത്തു കളയുകയാണ്. അതായത് ദജ്ജാലിന്റെ കയ്യിലെ വെള്ളം കണ്ടുകൊണ്ട് എല്ലാവരും അവിടെ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്, അദ്ദേഹം ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് എന്ന ന്യൂസ് പരക്കുകയാണ് നമ്മുടെ നാടുകളിൽ. എല്ലാവരും ആ കിട്ടുന്ന വെള്ളത്തിന്റെ അടുത്തേക്ക് പായുകയാണ്. എല്ലാവരും എവിടെയാണോ ഒരുറ്റി വെള്ളമെന്ന് അന്വേഷിച്ചുകൊണ്ട് ജനങ്ങൾ പരക്കം പായുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കെന്റെ ഉമ്മമാർ. അങ്ങനെ ജനങ്ങളെല്ലാവരും ദജ്ജാലിന്റെ അടുക്കിലെത്തുകയാണ്. ആ സമയത്ത് ദജ്ജാലിന്റെ ഒരു കയ്യിൽ സ്വർഗവും ഒരു കയ്യിൽ നരകവും, നല്ലൊരു വലിയൊരു തടാകം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അതായത് നീല കളറുള്ള വെള്ളം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ വെള്ളം കാണുന്ന സമയത്ത് നമ്മുടെ നാക്ക് അറിയാതെ വരണ്ടു പോയ നാക്ക് ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ തുടങ്ങും. ഈ സമയത്ത് ഈമാനുള്ള ഒരു മനുഷ്യൻ പറയും, എടാ എനിക്ക് നിന്റെ വെള്ളം വേണ്ടടാ, എനിക്ക് നിന്റെ വെള്ളം വേണ്ടടാ എന്ന് ദജ്ജാലിന്റെ മൂത്ത് നോക്കി പറയാൻ ഇന്നത്തെ ഉമ്മമാർക്ക് സാധിക്കുമോ? അതായത് ചെറിയ ഒരു കറാമത്ത് കാണിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഉസ്താദുമാര്, കള്ളക്കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഉസ്താദുമാര്, അങ്ങനെയുള്ള ഉമ്മമാര് ആരുടെ അടുക്കിലേക്കായിരിക്കും പോവുക? ആ സമയത്ത് ഈമാനുള്ള ഒരു ഉമ്മമാര് ഒരു മുജാഹിദിന്റെ ഒരു കുട്ടിയെ പോലും ദജ്ജാലിന്റെ മുന്നിലേക്ക് പോകൂല. കാരണം അവര് കള്ള ഔലിയാക്കന്മാരെ വിശ്വസിക്കുന്നവരല്ല. അവര് ഒരിക്കലും പോകൂല. കാരണം അവർക്കറിയാം അല്ലാഹുവാണ് വലുത്. ദജ്ജാലിന്റെ മുഖത്ത് നെറ്റിയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും, അത് എല്ലാവർക്കും കാണില്ല. അതാണ് പറഞ്ഞത്, നിങ്ങൾ കാണുന്ന ഈ കള്ള ആചാരങ്ങൾ കണ്ടുകൊണ്ട് കള്ള കറാമത്തുകൾ കണ്ടുകൊണ്ട് തുള്ളുന്ന ഉമ്മമാരെ, നിങ്ങൾ നാളെ ദജ്ജാലിന്റെ വലിയ കറാമത്ത് കാണുമ്പോൾ നിങ്ങൾ ഈസിയായി ചെല്ലില്ലേ ഉമ്മമാരെ? നിങ്ങൾ അവന്റെ കാലിന്റെ ചോട്ടിലേക്ക് പോയില്ലേ ഉമ്മമാരെ? അതായത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ 3 വരൾച്ച വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുകയാണ്. അതേ എന്റെ ഉമ്മമാരെ, അതായത് ഇസ്ലാമിനെ വിശ്വസിക്കാതെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കാതെ അള്ളാഹു എന്താണെന്ന് പഠിക്കാൻ ഈ സമസ്തക്കാര് ഖുർആന്റെ പരിഭാഷ പഠിക്കരുത് എന്ന് പറയാനുള്ള കാരണം അള്ളാഹുവാണ് സത്യം. നിങ്ങൾ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്നു നോക്കൂ ഉമ്മമാരെ. ഇവർക്ക് അനുകൂലമായിട്ട് അള്ളാഹിന്റെ ഖുർആനിൽ ഒരായത്ത് കാണിച്ചു തരാൻ എന്റെ ഉമ്മമാർക്ക് സാധിക്കില്ല. ഈ പ്രസ്ഥാനം കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഇവരെ കാണാൻ സാധിക്കുള്ളൂ. അള്ളാഹിന്റെ പ്രവാചകൻ ജനിച്ച നാട്ടിലും വഫാത്തായ നാട്ടിലും ഇങ്ങനെ ഒരു വിഭാഗമില്ല ഉമ്മമാരെ. അവിടെ നബിദിനാഘോഷമില്ല. ഇവിടെ നിന്നും പോകുന്ന ആളുകൾ ആരും അറിയാതെ നടത്തുന്ന ചെറിയ ബിദ്അത്തുകൾ മാത്രമേ അവിടെ കാണൂ. അതുപോലെ അവിടുത്തെ മക്കാ മുശ്രിക്കീങ്ങൾ, പണ്ട് ജാറങ്ങളെ പൂജിച്ചിരുന്ന ആളുകൾ ഇന്നും അവിടെ മക്കയിൽ ഈ ബിംബാരാധന നടത്തുന്ന ആളുകളുണ്ടാവും. പക്ഷേ ആരും അറിയാതെ രഹസ്യമായി ചെയ്യുന്ന മൗലൂദുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഖബറുകളൊക്കെ പറഞ്ഞത്, ഖബറുകൾ കെട്ടി ഉയർത്തിയതൊക്കെ അടിച്ചു നിരപ്പാക്കാനുള്ള പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാവതടാകം വറ്റി വരേണ്ടത് അള്ളാഹിന്റെ പ്രവാചകൻ ജനിച്ച സമയത്ത് ജനങ്ങൾ കുടിച്ചുകൊണ്ടിരുന്ന സാവതടാകം വറ്റി വരണ്ടു എന്നാണ് ഇവർ പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആളുകളുടെ വെള്ളം കുടി മുടക്കാനാണോ അള്ളാഹിന്റെ റസൂൽ ജനിച്ചത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ ഉമ്മമാരെ. നിങ്ങൾ അള്ളാഹിന്റെ റസൂലിനെ കളിയാക്കാൻ ഉമ്മമാരെ, നിങ്ങളെ പറ്റിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഈ പ്രസ്ഥാനം നിങ്ങളെ സാവതടാകം വറ്റി വരണ്ടാൻ വേണ്ടിയിട്ട് അള്ളാഹിന്റെ പ്രവാചകൻ, അതിനാണ് അള്ളാഹിന്റെ പ്രവാചകൻ ജനിച്ചത്? നാട്ടുകാരെ വള്ളം കൂടി മുട്ടിക്കാനാണോ? ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ബിംബങ്ങൾ തകർന്നു വീണു എന്നാ പറയുന്നത്. അള്ളാഹിന്റെ പ്രവാചകൻ ജനിച്ചപ്പോൾ ഒരു ഹദീസുകളിലും കാണാൻ സാധിക്കില്ല. ഇതെല്ലാം ഇവർ നമുക്ക് പറഞ്ഞു തന്ന പച്ചക്കള്ളങ്ങളായിട്ട് മാത്രം മനസ്സിലാക്കണം. അതായത് നമ്മളുടെ കുഞ്ഞുനാള് മുതൽ നമ്മൾ ഈ സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ പോയൊരു ഹിന്ദുക്കളോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങളെ മതം തീരെ പോരാന്ന് പറഞ്ഞു നോക്കാൻ ഓലത് വിശ്വസിച്ചൂല. കാരണം അവര് ജനിച്ചപ്പോ ഹിന്ദുവായിട്ടാണ് ജനിച്ചത്. അവര് വിശ്വസിക്കുന്നത് അവരുടെ മതമാണ് സത്യമെന്നാണ്. പക്ഷെ അള്ളാഹു നമ്മോട് പറഞ്ഞത് നിങ്ങൾ ഖുർആൻ പഠിക്കാനാണ്, ഖുർആൻ അനുസരിച്ച് ജീവിക്കാനാണ്. അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നീ ഒരു മുസ്ലിം ആവുക.
അല്ലാതെ ഓരോ പ്രസ്ഥാനങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ APEK ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഏകദേശം 29 വിഭാഗമായി മാറിയ അവസ്ഥ ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ എത്ര വിഭാഗങ്ങളാണ്? അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞത് ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അല്ലാതെ കണ്ട ജാറങ്ങളിലും കണ്ട കല്ലൗലിയ അങ്ങനെയുള്ള ഔലിയയുടെ അടുക്കലേക്ക് പോയിട്ട് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾക്കുള്ള മെസ്സേജാണ്, നിങ്ങൾക്കുള്ള താക്കീതാണ്. അതായത് അങ്ങനെ വെള്ളം കിട്ടാതെ ജനങ്ങളെല്ലാം നെട്ടോട്ടമോടുന്ന സമയം, പരലോകം, അതായത് അള്ളാഹുവിന്റെ മഹ്ശറ നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ വരുന്ന സമയം, അതായത് ഇങ്ങനെ ഒരൊറ്റത്തുള്ളി വെള്ളത്തിനായി നാക്ക് വരണ്ടു പോകുമ്പോൾ ഈമാൻ കുറഞ്ഞ മനുഷ്യന്മാര് ദജ്ജാലിന്റെ കാലിൽ പോയി വീഴുകയാണ്. വെള്ളത്തിന് വേണ്ടി അവർ തങ്ങളുടെ പരലോകം വിൽക്കും. അതാണ് ദജ്ജാൽ നടത്തുന്ന ഏറ്റവും വലിയ ഫിത്ന. ഇതാണ് നമ്മൾ നിസ്കാരത്തിൽ അവസാനം ചെല്ലുന്ന ഈ മസീഹു ദജ്ജാൽ എന്ന് പറയുന്നത്. അതാണ് ദജ്ജാൽ ചെയ്യുന്ന ഫിത്ന. അതായത് നമ്മൾ എല്ലാവരും ദജ്ജാലിന്റെ കയ്യിലെ സ്വർഗം കണ്ടിട്ട് അവിടെ പോയി നമ്മൾ ചതിയിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മുടെ ഉമ്മമാര് തങ്ങന്മാരുടെ അടുക്കിലേക്ക് പോകുന്ന അതേ സംഭവം തന്നെയാണ് അവിടെയും നടക്കുക. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് രഹസ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ കാണിക്കുന്ന സ്വർഗം യഥാർത്ഥത്തിൽ നരകമാണ്. അവൻ കാണിക്കുന്ന നരകം അള്ളാഹുവിന്റെ സ്വർഗമാണ്. അന്ന് കയ്യിൽ കനൽ പിടിക്കുന്നത് പോലെ ഈമാൻ കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ പറയും, നീ കാട്ടുന്ന വെള്ളം ഞങ്ങൾക്ക് വേണ്ടടാ, നീ വ്യാജനാണ്, നീ ദജ്ജാലാണ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്. അവർ ദജ്ജാലിനെ തള്ളിക്കളയും. അന്ന് സത്യവിശ്വാസികൾക്ക് വിശപ്പടക്കാൻ അള്ളാഹു നൽകുന്ന ഭക്ഷണം എന്താണെന്നറിയാമോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇങ്ങനെയുള്ള ദിക്റുകളാണ് അന്ന് മുസ്ലിങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുക. അന്ന് ഭക്ഷണം കിട്ടില്ല. അന്ന് മുസ്ലിമീങ്ങളായ മനുഷ്യന്മാർ ചൊല്ലിക്കൊണ്ടിരിക്കും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. അത് മാത്രമായിരിക്കും അന്നത്തെ അവരുടെ ഭക്ഷണം. അതുകൊണ്ട് മാത്രമായിരിക്കും അന്ന് അവരുടെ വിശപ്പ് മാറുക. പ്രിയ സഹോദരങ്ങളെ, ആ ഭയങ്കരമായ കാലഘട്ടത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചെറിയൊരു പട്ടിണി വരുമ്പോഴേക്കും ആറ്റക്കോയുടെ അടുക്കൽ പോയി പരാതി പറയുന്ന ഉമ്മമാരെ, പതറിപ്പോകുന്ന നമ്മള്, മൊബൈൽ ഫോണിലെ ചെറിയൊരു ഫിത്നയിൽ വീണു പോകുന്ന നമ്മള് എങ്ങനെയായിരിക്കും ദജ്ജാലിന്റെ ആ മഹാപരീക്ഷണത്തെ അതിജീവിക്കുക? നമ്മൾ ചിന്തിച്ചേ മതിയാവൂ. അടുത്തതായി എനിക്ക് പറയാനുള്ളത് അതിജീവനത്തിന്റെ മാർഗങ്ങളാണ്. എന്താണ് അതിജീവനത്തിന്റെ മാർഗങ്ങൾ? പ്രിയപ്പെട്ടവരെ, വെല്ലുവിളികൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ തീക്കട്ട കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വിജയിക്കാം, അതിന് അള്ളാഹും റസൂലും കാണിച്ചു തന്ന വഴികളുണ്ട്. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾ 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. അത് ഒന്ന്, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴപ്പിക്കില്ല. അള്ളാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തും. അല്ലാതെ ആറ്റക്കോയമാരുടെ മജ്ലിസല്ല ഉമ്മമാരെ. നിങ്ങൾക്ക് രക്ഷപ്പെടണോ? നിങ്ങൾക്ക് ആകെ 2 കാര്യമേ ഉള്ളൂ. ഒന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ്, ഒന്ന് നമ്മുടെ നബി ചെയ്തു കാണിച്ചു തന്ന സുന്നത്തുകളെ. രണ്ടാമത്തെ രക്ഷപ്പെടാനുള്ള മാർഗം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ നേടാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെയും അവസാനത്തെയും 10 ആയത്തുകൾ പതിവാക്കാനാണ് അള്ളാഹു പഠിപ്പിച്ചത്. സ്ത്രീകൾക്ക് വ്യാഴാഴ്ച ചെല്ലാവുന്നതാണ്. അതുപോലെ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക, സഹാബത്ത് സാലിഹീങ്ങളെ കൂട്ടുകാരന്മാരാക്കുക. അതായത് മോശം കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക, ഈമാൻ നശിപ്പിക്കും. അതായത് ഇന്ന് ഈ നാടുകളിൽ സിഗരറ്റ് വലിക്കാത്തതായിട്ടും മദ്യപിക്കാത്ത ആളുകളും വളരെ കുറവാണ്. അതുകൊണ്ട് അവരാണ് സത്യമെന്ന് പറയാൻ സാധിക്കില്ല. പലിശ വാങ്ങുന്നവരാണ് കൂടുതൽ, അതുകൊണ്ട് അവരാണ് സത്യമെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ ഈ ലോകത്തിന്റെ 70% ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്ന, ഈസാ നബിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ. അപ്പൊ ജനങ്ങളുടെ എണ്ണം നോക്കിയിട്ടല്ല അള്ളാഹു മനുഷ്യനെ അളക്കുക. നമ്മുടെ ഹൃദയത്തിലെ ഈമാനാണ് അള്ളാഹു തആല പരിശോധിക്കുക. മൂന്നാമത്തെ രക്ഷ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക. അതാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതായി പ്രവാചകൻ പഠിപ്പിച്ച പ്രത്യേക പ്രാർത്ഥന, ദജ്ജാലിന്റെയും ജീവിതത്തിന്റെയും മരണത്തിന്റെയും എല്ലാ ഫിത്നകളിൽ നിന്നും രക്ഷ നേടാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ നിസ്കാരത്തിലും അത്തഹിയാത്തിന് ശേഷം സലാമിന്റെ മുമ്പായി പ്രാർത്ഥിക്കാൻ ഒരു പ്രധാനപ്പെട്ട ദുആ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് ജീവിതത്തിൽ പകർത്താം. ആ ദുആ ഇതാണ്, ഞാൻ ചൊല്ലിത്തരാം. اللهم إني أعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن شر فتنة مسيح الدجال. ഇതുപോലെ ഈ ദുആയും നമ്മൾ ജീവിതത്തിൽ എപ്പോഴും പകർത്തുകയാണ് വേണ്ടത് എന്ന് കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതായി, അതിഗംഭീരമായ ഈ പ്രസംഗത്തിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പ്രസംഗം കേട്ട് നാം ഈ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരൊറ്റ
കാര്യം മാത്രം മനസ്സിൽ വിചാരിക്കുക, ഈ ദുനിയാവ് ശാശ്വതമല്ല, ഇതൊരു പരീക്ഷണശാല മാത്രമാണ്. ഇവിടെ കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെ പ്രയാസപ്പെട്ട് ദീൻ അനുഷ്ഠിക്കുന്നവർക്ക് നാളെ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് വലിയ പ്രതിഫലമാണ്. അള്ളാഹു ഖുർആനിലൂടെ പ്രഖ്യാപിക്കുകയാണ്, തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ അദൃശ്യമായി കൊണ്ട് ഭയപ്പെടുന്നവരാരോ അവർക്ക് പാപമോചനവും വലിയ പ്രതിഫലവുമുണ്ട്. സൂറത്ത് മുൽക്കിലെ 12-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുകയാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അവസാന കാലത്ത് ദീനിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് മുൻകാലത്തെ 50 സ്വഹാബിമാരുടെ പ്രതിഫലമാണ് അള്ളാഹു നൽകുക എന്ന്. അത്രത്തോളം വലിയ ഭാഗ്യവാന്മാരാണ് നമ്മള്. അതുകൊണ്ട് സാഹചര്യങ്ങൾ എത്ര മോശമായാലും ലോകം മുഴുവൻ തിന്മയിലേക്ക് ഒഴുകിയാലും നമ്മൾ നമ്മുടെ ഈമാൻ പണയപ്പെടുത്തരുത്. കയ്യിലെ കനൽ കൊള്ളി പൊള്ളിച്ചാലും അത് താഴെയിടരുത്. മരണം നമ്മെ തേടി വരുന്നത് നമ്മൾ അള്ളാഹുവിന് പൂർണ്ണമായി കീഴടങ്ങിയ മുസ്ലിം ആയിരിക്കുമ്പോഴായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ആ ശുദ്ധമായ സുന്നത്തിന്റെ വഴിയിൽ അന്ത്യനാൾ വരെ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ വസല്ലമ അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.